and make the most of this opportunity to learn from one of the industrial experts. So, Cheta. Uh, Hello, I hope I'm audible. Hello, uh, കേൾക്കാം. Yes, welcome. Okay, so I'll start. Uh, before I start, I hope everyone has installed KiCad. Installation process ഭയങ്കര സിമ്പിളാണ്, ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനേ ഉള്ളൂ. സോ ഐ ഹോപ്പ് എവരി വൺ ഈസ് ഇൻസ്റ്റാൾഡ് KiCad. ആൻഡ് അതുപോലെ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോകാം. അല്ലെങ്കിൽ കുറച്ച് പോയിന്റ്സുകൾ വേണമെങ്കിൽ നോട്ട് ഡൗണും ചെയ്ത് വെക്കാം. കാരണം കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു മറന്നുപോയിരിക്കാൻ വേണ്ടി. ഓക്കെ, സോ വിത്ത് ഐ സ്റ്റാർട്ട്. Okay, so I hope in the screen visible on. So, uh, so first of all, we'll start with what is a PCB. Basically, ഒരു കറക്റ്റ് ഡെഫിനേഷൻ തരാൻ എനിക്ക് അറിഞ്ഞൂടാ. ലൈക്ക് PCB അത് എനിക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ ചെയ്ത് നോക്കാം. So PCB is like actually the abbreviation of a printed circuit board. So ഒരു കറക്റ്റ് ഡെഫിനേഷൻ വേണമെങ്കിൽ you can search it over here. So basically നമ്മൾ എല്ലായിടത്തും എല്ലാം ഇപ്പം മൊബൈൽ ഫോൺസ് ആയാലും എല്ലായിടത്തും നമ്മൾ ഈ സർക്യൂട്ട്സ് എല്ലാം പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ആയിരിക്കും. ഇപ്പം ലൈക്ക് there is a limitation, hand using wire ഒക്കെ സോൾഡർ ചെയ്ത് തന്നെ ചെയ്യുക, കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്ക് വി ഹാവ് ടു മൂവ് ഇൻ ടു ദിസ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ്. സോ ഈ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സിൻ്റെ ലൈക്ക് കുറേ കോംപ്ലിക്കേഷൻസ്, ലൈക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം RF വരുമ്പോഴത്തേക്കുള്ള ഡിസൈൻസ് ഒക്കെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ റാമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഹൈ സ്പീഡ് ഡാറ്റ പോകണം. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു നല്ലൊരു എന്താണ് കോംപ്ലിക്കേഷൻസ് വരും ഈ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക്. ബട്ട് ഫോർ ബേസിക് ലെവൽ നമുക്ക് ഇതൊന്നും ആവശ്യമില്ല, ബിക്കോസ് ഇതൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി RF ഒക്കെ. സോ ബേസിക് PCB ലെവൽ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ഹിയർ ഐ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ദിസ് സോഫ്റ്റ്വെയർ KiCad. അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ്, അത് വെച്ച് എങ്ങനെ PCB ഡിസൈൻ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. So before I start, okay, I hope my screen is visible. So like I'll just note down certain terms that also you can note down. So the first term I'll note down schematic. So the first thing നമ്മൾ എപ്പോഴും ഒരു PCB ഡിസൈൻ ചെയ്യുന്ന മുമ്പ് first thing that you would require is to actually draw a block diagram. Now why is a block diagram essential? എന്തുകൊണ്ട് ബ്ലോക്ക് ഡയഗ്രാം എസെൻഷ്യൽ ആവുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഒരു നല്ല ഒരു ഐഡിയ ഉണ്ടാവണം. ഈ ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഡിസൈൻ ഫേസിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് തിങ് ഒരു ഹൈ ലെവൽ ബ്ലോക്ക് ഡയഗ്രാം എങ്കിലും റെഡി ആയിട്ട് വെക്കണം. സോ ബേസിക്കലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു മൈക്രോ കൺട്രോളർ ബേസ്ഡ് ഡിസൈൻ ആണ് ചെയ്യുന്നതെന്ന് വെച്ചോ, ഏത് മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ ഇന്റർഫേസസ് വേണം, എത്ര കപ്പാസിറ്റേഴ്സ്, മീൻസ് ആ ലെവലിലോട്ട് പോകണ്ട, ജസ്റ്റ് ആ ഒരു ഹൈ ലെവൽ ബ്ലോക്ക് ഡയഗ്രാം, ലൈക്ക് ഏത് മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ഇന്റർഫേസസ് വേണം, അങ്ങനത്തെ കാര്യങ്ങൾ. Second thing, you should have a clear idea of the data sheet. ആ മൈക്രോ കൺട്രോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്രോ കൺട്രോളേഴ്സ് മെഗയുടെ ആണോ, STM ആണോ, വേറെ മൈക്രോ ചിപ്പിന്റെ ആണോ, ഏതായാലും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന മൈക്രോ കൺട്രോളർ ഏതാണോ അതിന്റെ ഡാറ്റ ഷീറ്റ് അറ്റ്ലീസ്റ്റ് ആ ഡാറ്റ ഷീറ്റിന്റെ ഒരു ഓവർവ്യൂ അറിഞ്ഞിരിക്കണം. then only you can move forward to designing the PCB. So first of all you should have a block diagram ready for the block diagram. ശരിക്കും പറഞ്ഞാൽ ചെറിയ സർക്യൂട്ട്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ബ്ലോക്ക് ഡയഗ്രത്തിന് ആവശ്യം വരത്തില്ലായിരിക്കാം. പക്ഷെ when it comes to like circuits complicated ആയിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് it is important to have a block diagram, right? For example, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ മൈക്രോ കൺട്രോളർ ബേസ്ഡ് ഡിസൈൻ വരുന്നെങ്കിൽ നമ്മൾ ആ മൈക്രോ കൺട്രോളിന്റെ ചുറ്റും എന്തൊക്കെ ഇന്റർഫേസസ് വെക്കും, ഏതൊക്കെ പിൻസ് കണക്ട് ചെയ്യണം, ഏത് കണക്ട് ചെയ്യേണ്ട, ഇതിനെക്കുറിച്ച് ഒരു നല്ലൊരു ഐഡിയ വേണം. സോ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് യു ഷുഡ് ഹാവ് ദ ബ്ലോക്ക് ഡയഗ്രാം റെഡി.
Now, second thing എന്ന് പറയുമ്പോഴത്തേക്ക് after you have the block diagram, ബ്ലോക്ക് ഡയഗ്രാം റെഡി ആയി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും സർക്യൂട്ട് എങ്ങനെ ചെയ്യേണ്ടത്. Then you can start with drawing the schematic. Okay, drawing the schematic. So basically schematicന്റെ അകത്താണ് നമ്മൾ ആ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. So we'll be drawing the circuit in the schematic. So we'll be designing the schematic. അതാണ് കീകാഡിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കീകാഡിൽ ഒരു പ്രൊജക്റ്റ് അത് ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ കീകാഡ് ഓക്കെ ഇതൊരു പ്രൊജക്റ്റ് തുടങ്ങിയതാണ്. അപ്പോൾ വെൻ യു സ്റ്റാർട്ട് എ പ്രൊജക്ട് ദ ഫസ്റ്റ് 2 ഫയൽസ് ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് ഈസ് ഒരു കീകാഡ് SCH എന്ന് പറയുന്ന ഫയൽ കിട്ടും, കീകാഡ് PCB എന്ന് പറയുന്ന ഫയൽ കിട്ടും. ഈ ഫസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ സ്കീമാറ്റിക് ഡിസൈനറാണ്. ഈ ഒരു റെഡ് ഗ്രേ സംതിങ് കളർ ഈ ഞാൻ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതൊരു സ്കീമാറ്റിക് എഡിറ്ററാണ്. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് വിൽ ബി ഡൂയിങ് ഈസ് ബേസിക്കലി ഡ്രോയിങ് ദ സ്കീമാറ്റിക്. സോ സ്കീമാറ്റിക്കിൻ്റെ അകത്തായിരിക്കും നമ്മൾ ആ ഫുൾ സർക്യൂട്ട് ലൈക്ക് ഇത് ചെയ്യാൻ പറ്റും ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. യൂസിങ് ഇൻ സ്കീമാറ്റിക് യു വിൽ ബി യൂസിങ് സിമ്പിൾസ്. So our term, I'll come to that term, what are symbols, what are footprints അങ്ങനത്തെ കാര്യങ്ങൾ. So after schematic you can directly go in the PCB design or PCB editor. So after you have drawn the schematic, then the next third step so first step നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം റെഡി ആയിരിക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കീമാറ്റിക് റെഡി ആയിരിക്കണം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒരു PCB എഡിറ്റർ ചെയ്തിട്ട് നമുക്ക് PCB ഡിസൈൻ ചെയ്ത് തുടങ്ങാൻ പറ്റും. സോ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ലൈക്ക് ഒരു സർക്യൂട്ട് ഒരു ബിഗിനർ ലെവലിൽ നമുക്കൊരു സർക്യൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഈ പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ തന്നെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്സ് വരുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ പറ്റും. കാരണം കുറെ കണക്ഷൻസ് വരുമ്പോൾ തന്നെ നമ്മൾ സ്കീമാറ്റിക് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുറെ കൺഫ്യൂഷൻസ് വരും. ബ്ലോക്ക് ഡയഗ്രാം റെഡി ആണെങ്കിൽ പോലും നമ്മുടെ സൈഡിൽ മിസ്റ്റേക്സ് സംഭവിക്കും. കുറെ റിവ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു PCB പ്രിന്റിങ്ങിന് കൊടുക്കത്തുള്ളൂ. സോ അത്രയും തെറ്റ് സംഭവിക്കാൻ പോസിബിലിറ്റീസ് നല്ല കൂടുതലായതുകൊണ്ടാണ് എപ്പോഴും സ്റ്റാർട്ട് വിത്ത് ദ ബ്ലോക്ക് ഡയഗ്രാം, ദെൻ ഓൺലി മൂവ് ഓൺ ടു ദ സ്കീമാറ്റിക്. സോ ബ്ലോക്ക് ഡയഗ്രാം ശരിക്കും പറഞ്ഞാൽ ഞാൻ PCB പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്ത സർക്യൂട്ടിന്റെ ബ്ലോക്ക് ഡയഗ്രാം ഞാനൊരു 10 ടൈംസ് എങ്കിലും റിവ്യൂവിന് വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് എഡിറ്റ് ചെയ്ത് വീണ്ടും എഡിറ്റ്സ് വരാറുണ്ട് ബ്ലോക്ക് ഡയഗ്രത്തിൽ മാത്രം. നോട്ട് ഈവൻ ദ സ്കീമാറ്റിക്, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ബ്ലോക്ക് ഡയഗ്രാം. ബ്ലോക്ക് ഡയഗ്രത്തിൽ മാത്രം എത്ര എഡിറ്റ്സ് വരുന്നുണ്ടായിരുന്നു. സോ ഫസ്റ്റ് തിങ് എപ്പോഴും ബ്ലോക്ക് ഡയഗ്രാം റെഡി ആയിട്ട് ഇരിക്കണം. സോ ഇഫ് ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് ഇഷ്ടമുള്ള രീതി വരയ്ക്കാം. ഒന്നെങ്കിൽ ഹാൻഡ് പേപ്പർ ആൻഡ് പെൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈക്ക് സൈറ്റ്സ് ഉണ്ടെങ്കിൽ യു ഹാവ് സൈറ്റ്സ് ലൈക്ക് ഈ draw.io അങ്ങനത്തെ എന്തെങ്കിലും സൈറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ വരയ്ക്കാം. എൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഉണ്ടോ? ഓക്കെ, സോ ഇത് ആക്ച്വലി ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ്. സോ ദിസ് ഇസ് ആക്ച്വലി ഹൗ യു ഹാവ് ടു ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം. സോ ഈ ബ്ലോക്ക് ഡയഗ്രത്തിന്റെ അകത്ത് ഞാൻ ഏത് മൈക്രോ കൺട്രോളറാണ് യൂസ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ ഇന്റർഫേസസ് എനിക്ക് വേണം, ഇന്റർഫേസസ് ഏതൊക്കെ വേണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം റെഡിയായി വെക്കും. എന്നിട്ടാണ് ഞാൻ ഈ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് തിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എല്ലാ ഇന്റർഫേസസും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. എല്ലാ ഇന്റർഫേസസും നമ്മൾ ലൈക്ക് അത്രയും ആലോചിച്ച് നമ്മൾ റെഡി ആയിട്ട് ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാം. പിന്നെ ഏതൊക്കെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു IC യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ IC ഏതാ യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് സെലക്ട് ചെയ്യണം. അതിന്റെ ഡാറ്റ ഷീറ്റും വായിച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനിവിടെ ഒരു മെമ്മറി, ഇത് NAND ഫ്ലാഷ് മെമ്മറിയാണ്. സോ ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്ത ICയുടെ പേര് ഇതാണ്. സോ ഐ ഹാവ് ടു ബി റെഡി വിത്ത് ദാറ്റ് ഓൾസോ. സോ ഒരിക്കലും സ്കീമാറ്റിക് വരച്ച് കഴിഞ്ഞിട്ട് ഓക്കെ യു കാൻ ഡ്രോ എ സ്കീമാറ്റിക് വിത്തൗട്ട് ദ IC അറിയാതെ. കാരണം ഓക്കെ ബിഗിനർ ലെവലിലാണെങ്കിൽ നമുക്ക് കപ്പാസിറ്ററും റെസിസ്റ്ററും അതൊക്കെ കിട്ടും. പക്ഷേ ICs ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു ICയുടെ സിമ്പിൾ ആയിരിക്കത്തില്ല വേറൊരു ICയുടെ സിമ്പിൾ. സോ ഫസ്റ്റ് തിങ് ബ്ലോക്ക് ഡയഗ്രാം റെഡിയാക്കുന്ന സമയത്ത് എല്ലാം ഏത് മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യണം, ഏത് ഇന്റർഫേസസ് വേണം, ഏത് IC യൂസ് ചെയ്യണം, ആ ICക്ക് എന്തൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള പിൻസ് എന്തൊക്കെ വേണം, അതെല്ലാം റെഡി ആയിട്ട് ഇരിക്കണം. സോ ഇത് ബേസിക്കലി ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ്. ഹിയർ you can see that ഇത് ഞാൻ യൂസ് ചെയ്ത മൈക്രോ കൺട്രോളർ ആണ്, മൈക്രോ കൺട്രോൾ പ്ലസ് FPGAs. then you have this ICs, ഇപ്പം CANന്റെ IC ഉണ്ട്, പിന്നെ RS422 IC ഉണ്ട്. ഇത് ഓരോ ICs ആണ്. പിന്നെ IMUന്റെ IC, ഇങ്ങനെ കുറെ ICs ഉണ്ട്. സോ എല്ലാം ബ്ലോക്ക് ഡയഗ്രത്തിന്റെ അകത്ത് റെഡി ആയിരിക്കണം. സോ ഏതൊക്കെ കണക്ഷൻസ് എനിക്ക് എങ്ങോട്ട് കൊടുക്കണം, യൂസിങ് ആരോസ് യു ക്യാൻ റീപ്രസെന്റ്. അപ്പൊ ആരോ എവിടെ ഡബിൾ ഹെഡഡ് ആരോ യൂസ് ചെയ്യണം, എവിടെ സിംഗിൾ ഹെഡഡ് ആരോ യൂസ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ഡയഗ്രത്തിന്റെ അകത്ത് റെഡി ആയിട്ട് വെക്കണം. സോ ദിസ് വാസ് ജസ്റ്റ് എ സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാം. That's it. Okay, now after that you can go into designing the schematics. So here for now ഞാൻ ഒരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുന്നില്ല. I'll directly move on to the schematics. So
സോ ഇതാണ് ഒരു സ്കീമാറ്റിക് എഡിറ്റർ. സോ ഇവിടെയാണ് ആക്ച്വലി നമ്മൾ സ്കീമാറ്റിക് വരയ്ക്കുന്നത്. സോ സ്കീമാറ്റിക് വരച്ച് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കീമാറ്റിക് എത്ര വലുതാണോ അത്രയും വലിയൊരു പേജിന്റെ ആവശ്യം വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചെറിയൊരു സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് ഒരു A4 പേജിൽ ഒതുക്കാൻ പറ്റും. അപ്പം ഇനി കുറച്ചും കൂടെ വലിയ സർക്യൂട്ട്സ് ആണെങ്കിൽ നമുക്ക് A4 പേജിൽ ചിലപ്പോൾ ഒതുക്കാൻ പറ്റത്തില്ല. സോ യു ഹാവ് ടു മൂവ് ഓൺ ടു A3. സോ അങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഇവിടെ പേജ് സെറ്റിംഗ്സ് ഉണ്ട്. പേജ് സെറ്റിംഗ്സിൽ പോയാൽ നമുക്ക് ആക്ച്വലി ഏത് പേജ് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ A3 സെലക്ട് ചെയ്താൽ ദിസ് വിൽ ബിക്കം ബിഗർ. ഓക്കെ, നൗ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഡിസൈൻ ചെയ്യുന്ന മുമ്പ് കയ്യിൽ ലാപ്ടോപ്പിൽ ടച്ച് പാഡ് യൂസ് ചെയ്യാതെ മൗസ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ടച്ച് പാഡിൽ ഒരിക്കലും നമുക്ക് ഈ സൂം ഔട്ട് സൂം ഇന്നും അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല. ഈ മൗസ് ആണെങ്കിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത്, കാരണം സൂമിങ് ആൻഡ് സൂം ഔട്ട് ചെയ്യുന്നത് ലൈക്ക് ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ചിലപ്പോൾ സ്കീമാറ്റിക്സിൽ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും PCB ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സംഭവമാണ് ഈ സൂം ഔട്ടും സൂം ഇന്നും. ലൈക്ക് ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല സൂം ഇൻ ചെയ്ത് നോക്കേണ്ടി വരും. അതുപോലെ സൂം ഔട്ടും അങ്ങനത്തെ കാര്യങ്ങൾ ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻസ് വരും. ഓക്കെ, നൗ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ സ്കീമാറ്റിക് ആൻഡ് PCB എഡിറ്റർ ആർ ലിങ്ക്ഡ് ടുഗദർ. ഇപ്പം അതെങ്ങനെ ലിങ്ക് ചെയ്യുന്ന അത് ഞാൻ പറയാം. സോ ദേ ആർ ലിങ്ക് ടുഗദർ. സോ ഒരിക്കലും ഈ ഫയൽസിൽ ഇപ്പം ഇവിടെ കുറെ ഇത് സ്കീമാറ്റിക് ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കുറെ ഫയൽസ് കയറി വരും. ആ ഫയൽസിൽ ഒന്നും ഡിലീറ്റ് ആയി പോകല്ല, അത് ശ്രദ്ധിക്കണം. ഡിലീറ്റ് ആയാൽ ആ ഒരു ലിങ്കിങ് പോയാൽ ദെൻ യുവർ ഡിസൈൻ വിൽ ബിക്കം വേസ്റ്റ്. അത് പിന്നെ ഒരിക്കലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ലിങ്കിങ് ഒരിക്കലും പോകാൻ പാടില്ല. സോ എന്തൊക്കെ ഫയൽസ് അവിടെ ജനറേറ്റ് ആവുന്നുണ്ടോ ആ ഫയൽസിൽ ഒന്നും ഡിലീറ്റ് ചെയ്യാൻ പോകില്ല. ഇറ്റ് ഷുഡ് ബി ദെയർ. ഓക്കെ, നൗ ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത ടേം വാട്ട് ഈസ് എ സിംബൽ. സോ സിംബൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സിംബൽ എന്ന് പറയുമ്പം ഈച്ച് ആൻഡ് എവറി കമ്പോണൻറ്റ് ഹാസ് ഇറ്റ് സിംബൽ. സോ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ അതെങ്ങനെ സിംബൽസ് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഓക്കെ, ലോഡ് ആയി കഴിഞ്ഞിട്ട്. സോ സിംബൽ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒന്നുമില്ല, നമ്മുടെ ആ ഒരു IC അല്ലെങ്കിൽ ഒരു റെസിസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ ഒരു സിംബൽ, അതിനായിരിക്കും നമ്മൾ കണക്ഷൻസ് ഉണ്ടാക്കുന്നത്. സോ ബേസിക്കലി ഇപ്പോൾ ഒരു IC ആണെന്ന് വെച്ചോ, ഒരു ICയിൽ 10 പിൻ ഉണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ഓപ്പാമ്പ് ഒരു IC ആണ്. ഈ ഓപ്പാമ്പിന് നെസസറി ആയിട്ടുള്ള പിൻസ് ഉണ്ട്. ഇപ്പം എത്ര മീൻസ് ഒരു ICൻ്റെ അകത്ത് എത്ര ഓപ്പാംസ് ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് പിന്നെ 2 വോൾട്ടേജ് V+, V-, പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട്, ഇത്രയും പിൻസ് കാണും. അതും ഇപ്പോൾ 2 ഓപ്പാംസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻറ്റു 2 ആയിരിക്കും. സോ ആ ICൻ്റെ അകത്ത് എത്ര പിൻസ് ഉണ്ടോ ആ പിൻസിൻ്റെ എല്ലാം ഒരു എന്തായാലും പറയുന്നത് ഒരു 2D ഫോർമാറ്റിൽ നമുക്കിത് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു ഓപ്പാമ്പ്, ഓക്കെ, ഇതൊരു ഓപ്പാമ്പ് ആണ്, സിമ്പിൾ ഓപ്പാമ്പ്. സോ ഹിയർ യു ക്യാൻ സീ ദിസ് ഇസ് ദ സിംബൽ. സോ സിംബൽ ഓഫ് ദിസ് ഓപ്പാമ്പ്, ഇപ്പം ഈ ഓപ്പാമ്പ് OPA355NA എന്ന് പറയുന്ന ആ ഓപ്പാമ്പിൻ്റെ സിംബലാണിത്. സോ ഈ സിംബൽ യൂസ് ചെയ്തായിരിക്കും നമ്മൾ സ്കീമാറ്റിക് ഡിസൈൻ ചെയ്യുന്നത്. ആൻഡ് ഈ സിംബലിൽ ഇവിടെ എഴുതിയിരിക്കുന്ന U1 എന്ന് പറഞ്ഞുകൊണ്ട്, ഈ U1 എന്ന് പറയുന്ന ഈ സംഭവമാണ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ. സോ ഈ U1 ഒരിക്കലും ഡിലീറ്റ് ആയി പോകില്ല. റെഫറൻസ് എന്ന് പറയുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു സ്കീമാറ്റിക്കും ഒരു സ്കീമാറ്റിക്കും PCB എഡിറ്റർ തമ്മിൽ ഒരു ലിങ്കിങ് ഉണ്ട്. ആ ലിങ്കിങ് ഫാക്ടറാണ് ഈ U1 എന്ന് പറയുന്ന റെഫറൻസ്. ഈ റെഫറൻസ് വെച്ചാണ് ഇവർ ലിങ്ക് ചെയ്യുന്നത്. സോ ദിസ് റെഫറൻസ് നമ്മൾ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. റെഫറൻസ് എഡിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. എനിക്ക് U1 ഇഷ്ടമല്ല, അതിന് പകരം C1 വെച്ചാലും കുഴപ്പമില്ല. അപ്പുറത്ത് വരുമ്പോൾ അത് C1 ആയിട്ട് തന്നെ വരും. പക്ഷെ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ദിസ് ഷുഡ് ബി ദർ. എല്ലാം സിംബലിനും അതിൻ്റെ റെഫറൻസ് കാണണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. എൻ്റെ റെഫറൻസസ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇതിന് U1, അടുത്ത സിംബലിന് ഞാൻ വീണ്ടും U1 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പണി കിട്ടും. സോ റെഫറൻസസ് ഒരിക്കലും സെയിം ആവാൻ പാടില്ല. റെഫറൻസസ് ഒരിക്കലും ഡിലീറ്റ് ആവാനും പാടില്ല. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഗ്രിഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഗ്രിഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആക്ച്വലി പ്രശ്നങ്ങളൊന്നുമില്ല, ജസ്റ്റ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. സോ ഗ്രിഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ ഈ കർസർ മൂവ് ചെയ്യുമ്പോൾ ഇത് ഒരു സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്. ഞാൻ 1 ടൈം കർസർ മൂവ് ചെയ്യുമ്പോൾ ഇത് ഇത്ര ഒരു വലിയ സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ദ ഗ്രിഡ് സൈസ്. സോ ഗ്രിഡ് സൈസ് എപ്പോഴും എനിക്ക് കസ്റ്റമബിൾ ആയിട്ടുള്ള ഒരു ഗ്രിഡ് സൈസ് വെച്ച് ഞാൻ എഡിറ്റ് ചെയ്യണം.
ഓക്കെ. സോ ഇപ്പം ഈ ഗ്രിഡ് സൈസ് ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഗ്രിഡ് സൈസിന് ഒരു പ്രശ്നമുണ്ട്. അത് ഒരിക്കലും ഇതിന്റെ മീൻസ് ആ ഒരു പോർട്ട്, ഇതിന്റെ പോർട്ട് എന്ന് പറയാം, ഈ പോർട്ടിന്റെ മണ്ടയ്ക്ക് കയറി ഒന്നും ഇരിക്കുന്നില്ല. ദിസ് ഗ്രിഡ് ഈസ് ആക്ച്വലി കമ്പാരിറ്റീവ്ലി റിയലി ലാർജ്. സോ അവിടെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഷോ ഗ്രിഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ഗ്രിഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ എഡിറ്റ് ഗ്രിഡ്സ് വരുമ്പോഴത്തേക്ക് ഐ ക്യാൻ ആക്ച്വലി ഡിക്രീസ് ദ ഗ്രിഡ് സൈസ്. ഇപ്പോൾ എനിക്ക് 10 മില്സ് മതിയെങ്കിൽ, അല്ലെങ്കിൽ 0.632 mm, അല്ലെങ്കിൽ 25 മില്സ് മതിയെങ്കിൽ അത് യൂസ് ചെയ്യാം. സോ ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രിഡ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഡിപ്പെൻഡിങ് ഓൺ ഹൗ, ഇപ്പം ഇവിടെ കണ്ട ഈ ഒരു പോർഷൻ കറക്റ്റ് ആയിട്ട് വന്നിരിക്കും. മീൻസ് ഗ്രിഡ്സ് വലുതാണെങ്കിൽ ഇത് ചിലപ്പോൾ ഇരിക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ വരും. സോ ഗ്രിഡ് സൈസ് എപ്പോഴും ലൈക്ക് ഒരു ഒപ്റ്റിമം ഗ്രിഡ് സൈസ് 25 മിൽസ് യൂസ് ചെയ്യാം. 25 മിൽസ് കുഴപ്പമില്ല, അല്ലെങ്കിൽ 50 മിൽസ് ആയാലും കുഴപ്പമില്ല, 1.27 ആയാലും 0.635 ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ മേളിലോട്ടുള്ള ഗ്രിഡ്സ് യൂസ് ചെയ്യില്ല, അതിന്റെ താഴോട്ടുള്ളതും യൂസ് ചെയ്യില്ല. ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഡിസൈൻ കുറച്ചും കൂടെ ടഫായി പോകും, അത്രേ ഉള്ളൂ. ഓക്കെ. സോ ഇവിടെ ഉള്ള ഗ്രിഡ് സൈസും സെയിം ആയിരിക്കണം. ഇപ്പോൾ 1.27 ആണ് ഞാൻ യൂസ് ചെയ്യാനെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുമ്പോഴും 1.27 ആയിരിക്കണം എല്ലാം. ആൻഡ് എപ്പോഴും ശ്രദ്ധിക്കുക, ഗ്രിഡ് സൈസ് ത്രൂ ഔട്ട് ദ ഡിസൈൻ കോൺസ്റ്റന്റ് ആയിരിക്കണം. ഞാൻ ഒരു സിമ്പലിന് ഒരു ഗ്രിഡ് സൈസ് വെച്ച് എഡിറ്റ് ചെയ്തു, ഒരു ഗ്രിഡ് സൈസ് യൂസ് ചെയ്തു, വേറെ സിമ്പലിന് ഞാൻ വേറെ ഗ്രിഡ് സൈസ് യൂസ് ചെയ്യും, അങ്ങനെ ഒരു ഇത് വരില്ല. ഞാൻ ഒരു ഗ്രിഡ് സൈസ് ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കും, ആ ഗ്രിഡ് സൈസ് വെച്ച് വേണം ഫുൾ ഡിസൈൻ ചെയ്യാൻ. ഇനി നമുക്കിപ്പം ഒരു അലൈൻമെന്റ് ഒക്കെ വേണമെന്ന് വെച്ചാൽ, ഇപ്പൊ ഇതിന്റെ താഴെ ഞാൻ വേറൊരു സിമ്പൽ കൊണ്ട് വെക്കുക. ഇപ്പൊ ഇതിന്റെ താഴെ ഒരു വേറെ സിമ്പിൾ കൊണ്ടുവെക്കുക. സോ ഇഫ് ഐ ഹാവ് ടു അലൈൻ ദം, ഐ കൻ ആക്ച്വലി യൂസ് ദിസ് ഫുൾ വിൻഡോ ക്രോസ് ഹെയർസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വലിയ ഒരു സിമ്പിൾ വരും, മീൻസ് ഒരു വലിയ ക്രോസ് വരും. സോ ഇതിന് വെച്ച് എനിക്ക് ബേസിക്കലി അലൈൻമെന്റ് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്തില്ല, കാരണം ഇത് എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് തോന്നാറുള്ളത്. സോ ഞാൻ പൊതുവെ യൂസ് ചെയ്യത്തില്ല ഇത്. ബട്ട് ഇഫ് യു വാണ്ട് യു ക്യാൻ യൂസ് ദിസ്. ഓക്കെ. നൗ സോ ദിസ് തിങ്സ് ആർ ദ ലൈക്ക് ബേസിക് ഐഡിയ. അപ്പം ബേസിക് ഐഡിയയിൽ ആദ്യം ബ്ലോക്ക് ഡയഗ്രത്തിന്റെ ഇമ്പോർട്ടൻസ്, സ്കീമാറ്റിക്, PCB എഡിറ്റർ, പിന്നെ സിമ്പൽ എന്തുവാന്ന് നോക്കി, സിമ്പല്, പിന്നെ ഗ്രിഡിന്റെ കോൺസെപ്റ്റ്. ഗ്രിഡ് ഒപ്റ്റിമമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് 1.27 mm ഒക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 0.673 ആയാലും കുഴപ്പമൊന്നുമില്ല. സ്കീമാറ്റിക്കിന്റെ കേസ് വരുമ്പോഴത്തേക്ക് 1.27 mm ഒക്കെ യൂസ് ചെയ്യാം. ആൻഡ് യു ഹാവ് ടു കീപ് ഇറ്റ് കോൺസ്റ്റന്റ്. Throughout the schematic designing, I have to keep it constant. Right. Okay. Now, ഈ സിമ്പിളിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പം, ഈ സിമ്പിൾ ആക്ച്വലി നമുക്ക് കീകാഡിന്റെ അകത്ത് കുറെ അവൈലബിൾ സിമ്പിൾസ് ആൻഡ് ലൈബ്രറീസ് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് സിമ്പിൾസ് എക്സ്റ്റേണലി ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും, കൂടാതെ നമുക്ക് സിമ്പിൾ വരയ്ക്കാൻ പറ്റും, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പൊതുവെ വരയ്ക്കുന്നത് കുറവാണ്. വരയ്ക്കേണ്ട ആവശ്യം വരാറില്ല, ബിക്കോസ് മിക്ക സിമ്പിൾസും അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ വരയ്ക്കുന്നത് ചിലപ്പോൾ ഒരു മൗണ്ടിങ് ഹോൾ എല്ലാം വേണം, അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ വരയ്ക്കാം. കാരണം വരയ്ക്കുമ്പോഴും നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എസ്പെഷ്യലി സ്കീമാറ്റിക്, ഫുട് പ്രിന്റ്, ലിങ്കം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കണം. സോ പൊതുവെ വരയ്ക്കുന്നതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. കീകാഡിനകത്ത് അവൈലബിൾ ആയിട്ട് കുറെ സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾ അത് പോരായെങ്കിൽ നമുക്ക് എക്സ്റ്റേണലി, ഇപ്പൊ ICs ഒക്കെ ആണെങ്കിൽ എല്ലാ ICസിന്റെയും കീകാഡിനകത്ത് അവൈലബിൾ ആയിരിക്കണമെന്നില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആക്ച്വലി പുറത്തുനിന്ന് ഒരു സിമ്പിൾ എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഓക്കെ. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. നോ, ഇനി അടുത്തത്. ഓക്കെ. നൗ ഈ സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും മൗസിന്റെ സ്ക്രോൾ ആണ് യൂസ് ചെയ്യുന്നത്. സൂം മേലോട്ട് സ്ക്രോൾ ചെയ്താൽ സൂം ആവും, താഴോട്ട് സ്ക്രോൾ ചെയ്താൽ സൂം ഔട്ട് ആവും. സോ സൂമിങ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ്. സോ ലെറ്റ്സ് ഡിസൈൻ സം ചെറിയ സർക്യൂട്ട് ബേസിക്കലി. സോ ഞാൻ ജസ്റ്റ് കപ്പാസിറ്റേഴ്സും റെസിസ്റ്റേഴ്സും ഇൻഡക്ടേഴ്സും ഒക്കെ മാത്രം വെച്ചൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നില്ല, കാരണം അതാകുമ്പോഴത്തേക്ക് കുറെ കാര്യങ്ങൾ മീൻസ് അത് കുറച്ചും കൂടെ സിമ്പിൾ ആണ്. സിമ്പിൾ ആസ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ മാത്രമൊന്നും ഇല്ല. ലൈക്ക് ഇപ്പം എന്തോ PCB എഡിറ്ററിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയൊക്കെ കണക്ട് ചെയ്താലും ആ സാധനം വർക്കാവും. മീൻസ് ദർ വിൽ ബി നോ ഇഷ്യൂസ് ദർ. സോ അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ICs അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്, അവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ഐ ബേസിക്കലി ഡിസൈൻ എ സർക്യൂട്ട് യൂസിങ് ഒരു IC, ഒരു മൈക്രോ കൺട്രോളർ IC വെച്ച് ഞാൻ ഒരു ചെറിയ സർക്യൂട്ട്. കംപ്ലീറ്റ്ലി ഫുൾ
മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന സർക്യൂട്ട് ഇത് ഞാൻ നേരത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ള സർക്യൂട്ടാണ്. ബേസിക്കലി ഞാൻ ലൈക്ക് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ ഞാൻ OBCന്റെ ടീം മെമ്പർ ആയിരുന്നു. സോ ആ സമയത്ത് ഞാൻ ഡിസൈൻ ചെയ്ത ഓൺബോർഡ് കമ്പ്യൂട്ടറാണ്. സോ അതിന്റെ ഫുൾ സർക്യൂട്ട് ഞാൻ ഇന്ന് ഡിസൈൻ ചെയ്ത് കാണിക്കത്തില്ല, ബട്ട് ഐ ഡിസൈൻ എ പാർട്ട് ഓഫ് ഇറ്റ്, ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡ്. സോ ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ആൻഡ് വേറൊരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് വെറുതെ കൺട്രോളേഴ്സ് അടിച്ച് സേവ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം പോയാൽ പിന്നെ നല്ല ഫ്രസ്ട്രേഷൻ ആയിരിക്കും. എനിക്ക് കുറേ വട്ടം സംഭവിച്ചിട്ടുണ്ട്, കുറച്ച് വട്ടം സംഭവിച്ചിട്ടുണ്ട്. ലൈക്ക് വെറുതെ ചെയ്ത് വെക്കും, സേവ് ചെയ്യാൻ മറന്നു, ലാപ്പ് ഓഫ് ആയി പോയാൽ അത് പോകും. പിന്നെ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഈ അറ്റ്ലീസ്റ്റ് സ്കീമാറ്റിക് വരയ്ക്കുമ്പോൾ അത്രയും വരത്തില്ല, PCB എഡിറ്റിംഗിലോട്ട് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ PCB ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അത് ശ്രദ്ധിക്കണം. സോ ഞാൻ സോ ഫസ്റ്റ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്ന സർക്യൂട്ടിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്ത മൈക്രോ കൺട്രോളർ STM32ൻ്റെ ഒരു മൈക്രോ കൺട്രോളറാണ്. അതിൻ്റെ ഒരു വേർഷനാണ് യൂസ് ചെയ്തത്. ഐ ഹോപ്പ് മൈക്രോ കൺട്രോളർ എന്തുവാണ് മിക്കുള്ളവർക്ക് അറിയായിരിക്കും. ഇഫ് നോട്ട് ഐ എക്സ്പ്ലെയിൻ. സോ ബേസിക്കലി മൈക്രോ കൺട്രോളർ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു കൺട്രോളിങ് IC എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അകത്ത് കുറേ ഇൻ്റർഫേസസ് ഉണ്ട്. അതിൻ്റെ അകത്ത് മൈക്രോ കൺട്രോളർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഒരു എന്തെങ്കിലും കൺട്രോളിങ് ഡിവൈസ്. അതിൻ്റെ അകത്ത് തന്നെ ടൈമേഴ്സും അതിൻ്റെ അകത്ത് മെമ്മറി ഉണ്ട്, വാച്ച് ഡോഗ് ഉണ്ട്, കുറേ ഇൻ്റർഫേസസ് ഉണ്ട്, UART ടൈപ്പ് ടു C സ്പൈ അങ്ങനത്തെ കുറേ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ക്ലോക്ക് ഉണ്ട്, ക്രിസ്റ്റൽ എക്സ്റ്റേണലി ഒക്കെ ഉണ്ട് വരും. സോ എല്ലാം ഉള്ള ഒരു കൺട്രോളിങ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ മൈക്രോ കൺട്രോളർ. മൈക്രോ പ്രൊസസ്സർ വരുമ്പോഴത്തേക്ക് ബേസിക്കലി അവിടെ ഈ ടൈമേഴ്സും മെമ്മറിയും കാര്യങ്ങളൊന്നും കാണത്തില്ല. അതൊക്കെ നമ്മൾ എക്സ്റ്റേണലി പ്രൊവൈഡ് ചെയ്യേണ്ട, മീൻസ് എക്സ്റ്റേണലി കണക്ട് ചെയ്യേണ്ടി വരും. ഒരു ഡിഫറൻസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ STM ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറയാം, റാസ്ബെറി പൈ ഒരു മൈക്രോ പ്രൊസസ്സർ, അല്ലെങ്കിൽ Arduino ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറയാം, ESP ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറയാം, എക്സെട്ര. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്ത മൈക്രോ കൺട്രോളർ STMന്റെ മൈക്രോ കൺട്രോളറാണ്. സോ അത് ഓക്കെ. നൗ സിമ്പൽ എടുക്കാൻ വേണ്ടി ഐ വിൽ ബി യൂസിങ് ദിസ് ആഡ് സിമ്പൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻ ഇത് വരും. സോ ഞാൻ യൂസ് ചെയ്ത മൈക്രോ കൺട്രോളർ എന്ന് പറയുമ്പോൾ STM32 F407 VG. ഓക്കെ, സോ ഈ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്താണ് നമ്മൾ അത് ഡിസൈൻ ചെയ്തത്. സോ ഹിയർ ഐ ഓൾസോ യൂസ് ദിസ് മൈക്രോ കൺട്രോളർ. സോ ഇതാണ് ഇവിടെ നമുക്ക് ആ മൈക്രോ കൺട്രോളറിന്റെ ഒരു സ്കീമാറ്റിക് സിമ്പൽ കിട്ടും. ഇത് ഫുട് പ്രിന്റ് ആണ്. ആ ഫുട് പ്രിന്റ് എന്ന് ഞാൻ പറയാം. സോ ഇതാണ് ആ സിമ്പൽ. സോ ഇഫ് ഐ ക്ലിക്ക് ഓക്കെ ഐ വിൽ ബി ഗെറ്റിംഗ് ദിസ്. സോ ഇതാണ് ആ മൈക്രോ കൺട്രോളർ, STM32 മൈക്രോ കൺട്രോളർ. ഓക്കെ, നൗ ഇവിടെ ഞാൻ നോക്കി ഇപ്പോൾ സിമ്പൽ ക്ലിക്ക് ചെയ്ത് ഞാൻ എന്തെങ്കിലും സെലക്ട് ചെയ്ത് ഓക്കെ ഞെക്കി കഴിഞ്ഞാൽ ഈ സിമ്പലിന്റെ ബട്ടൺ ഇപ്പോഴും കിടക്കും. സോ ഞാൻ ഇപ്പോഴും വീണ്ടും ഒരു ക്ലിക്കും കൂടെ ക്ലിക്ക് ചെയ്താൽ ഇത് ഓപ്പൺ ആയി വരും. സോ ഫോർ ദാറ്റ് ജസ്റ്റ് ക്ലിക്ക് ഓൺ എസ്കേപ്പ് ആൻഡ് ഇറ്റ് വിൽ ഗോ. എസ്കേപ്പ് യൂസ് ചെയ്താൽ മതി. സോ ഇനിയും ഈ മൈക്രോ കൺട്രോളർ എനിക്ക് ഇവിടുന്ന് ഇപ്പോൾ ഇത് സെലക്ട് ചെയ്ത് എനിക്ക് മൂവ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പം ഇൻ കേസ് ഇങ്ങനെ മൂവ് ആവുന്നില്ലെങ്കിൽ M ഞെക്കിയാലും മതി, അത് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക ഇതിന്റെ സെന്ററിൽ വന്ന് ഈ കർസർ അലൈൻ ആയിട്ട് അത് മൂവ് ചെയ്യാൻ പറ്റും. സോ പൊസിഷൻ ഇപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് അങ്ങോട്ടും കൊണ്ടുപോകാൻ ഇങ്ങോട്ടും കൊണ്ടുപോകാൻ എന്ത് ചെയ്യാനും പറ്റും. ഓക്കെ, നൗ ദിസ് ഇസ് എ മൈക്രോ കൺട്രോൾ ദാറ്റ് ഐ എം യൂസിങ് വിച്ച് ഇസ് STM32. നൗ ഇതിന്റെ അകത്ത് ഇത്രയും പിൻസ് ഉണ്ട്, ലൈക്ക് 16 പിൻസിന്റെ ABCDE 5 പോർട്സ്. അത് കൂടാതെ വേറെ കുറെ പിൻസുകളും ഉണ്ട്. സോ ഇതിന്റെ ഫസ്റ്റ് തിങ് ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് തന്നെ ഈ മൈക്രോ കൺട്രോളർ ഫിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഇതിന്റെ ഡാറ്റ ഷീറ്റ് ഒന്ന് വായിക്കും. ലൈക്ക് ഐ ഹോപ്പ് ഇതുവരെ ഡൗട്ട്സ് ഒന്നും ആർക്കും ഇല്ലല്ലോ അല്ലെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഇന്ററപ്റ്റ് ചെയ്ത് തന്നെ ചോദിക്കാൻ കുഴപ്പമില്ല. ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, സോ ഹിയർ ഈ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്ത് നമുക്ക് ചെറിയൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മൈക്രോ കൺട്രോളറിന്റെ ഡാറ്റ ഷീറ്റ് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും നമ്മൾ ഡാറ്റ ഷീറ്റ് വായിക്കാതിരിക്കല്ലോ, കാരണം ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഫസ്റ്റ് തിങ് എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഒരു പിൻസ് ഒക്കെ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ കണക്ട് ചെയ്യണം, ഇതെല്ലാം ഡാറ്റ ഷീറ്റിനകത്ത് അവർ വ്യക്തമായിട്ട് പറയും. ഇതൊക്കെ ആക്ച്വലി ഈ VDD ഇങ്ങനത്തെ പിൻസ് എന്ന് പറയുമ്പോൾ ഈ പിൻസിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ
ഇപ്പം എത്ര VDD പിൻസ് ഉണ്ടോ അത്രയും കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ അതിന്റെ ചില മൈക്രോ കൺട്രോളേഴ്സ് വരുമ്പോൾ 2 times ആയിരിക്കും. നമ്മളിപ്പോൾ ഇപ്പൊ 6 VDD ഉണ്ടെങ്കിൽ 12 കപ്പാസിറ്റർ ഒക്കെ കണക്ട് ചെയ്യേണ്ടത്, ചിലതിൽ 6 എണ്ണം കണക്ട് ചെയ്താൽ മതിയായിരിക്കും. അതെല്ലാം വ്യക്തമായിട്ട് ഒരു ഡാറ്റ ഷീറ്റിന്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇപ്പൊ ഈ പിൻസ് നോക്കിയാൽ PA0, PA1, PA2, ഈ ഓരോ പിൻസിനും ഓരോ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്. സം പിൻസ് ആർ ജസ്റ്റ് നോർമൽ ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് എന്ന് പറയാം. അത് ജനറൽ പർപ്പസ് ആയിട്ടുള്ള പിൻസ് ആയിരിക്കും. ചില പിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെന്ന് പറയുന്നത്, ചില ഇന്റർഫേസസ് കാണും. ഫോർ എക്സാമ്പിൾ I2C എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് ആണ്, അല്ലെങ്കിൽ UART എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് ആണ്. അത് എല്ലാ പിൻസിലൊന്നും കാണണമെന്നില്ല. ചില പിൻസിൽ UART കാണും, ചില പിൻസിൽ കാണത്തില്ല. ചില പിൻസ് I2C വേണ്ടിയായിരിക്കും, ചില പിൻസ് വേറെ പെരിഫറൽസ് അല്ലെങ്കിൽ വേറെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ എന്തിനായാലും they will be used for that. So അതൊരു ഫെമിലിയറൈസ് ചെയ്തിരിക്കണം. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് തിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ IC ഫുള്ളായിട്ട് ഫെമിലറൈസ് ചെയ്യണം, ഓരോ പിൻസിന്റെ ഫങ്ഷനാലിറ്റീസും അങ്ങനത്തെ കാര്യങ്ങൾ. ആൻഡ് ഓക്കെ, വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ കൺട്രോളറിന്റെ ഏറ്റവും വലിയ റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പോൾ മൈക്രോ കൺട്രോളറും FPGA തമ്മിലുള്ള ഒരു ഡിഫറൻസ് വേണമെങ്കിൽ കൂട്ടാം. FPGA എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി നമുക്കൊരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ ഒരു പ്ലെയിൻ പേപ്പറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു പ്ലെയിൻ പേപ്പർ, അതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും എനിക്ക് വരയ്ക്കാൻ പറ്റും. ഒരു പ്ലെയിൻ പേപ്പർ എൻ്റെ കൈ കിട്ടി എന്ത് വേണമെങ്കിലും അതിൻ്റെ അകത്ത് വരച്ചെടുക്കാൻ പറ്റും. സിമിലർലി ആണ് ഒരു FPGA വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് പിൻസിന് ഒന്നും ഇന്റർഫേസസ് ഡിഫൈൻ ചെയ്ത് കാണത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള പിൻസ് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. എനിക്കത് ഒരു നോർമൽ GPIO ആയിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ GPIO ആയിട്ട് യൂസ് ചെയ്യാം. എന്തെങ്കിലും ഒരു പ്രോട്ടോകോൾ അതിൻ്റെ അകത്ത് കൊണ്ടുവരണമെങ്കിൽ പ്രോട്ടോകോൾ കൊണ്ടുവരാം. അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പ്ലെയിൻ ആയിട്ടായിരിക്കും യൂസ്. പക്ഷെ ഒരു മൈക്രോ കൺട്രോൾ വരുമ്പോൾ അങ്ങനെയല്ല. മൈക്രോ കൺട്രോൾ വരുമ്പോഴത്തേക്ക് ഓൾറെഡി ആ മൈക്രോ കൺട്രോളിന്റെ പിൻസ് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടി അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടി മാത്രമേ ആ പിൻസ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ PA0 എന്ന് പറയുന്ന പിന്ന് ഒരു UART ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടി ഉള്ള പിന്നാണ്. സോ ആ UART ഫംഗ്ഷനാലിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് പിൻ കോൺഫ്ലിക്ട്സ് വരാൻ പറ്റും. പിൻസിന്റെ ഇപ്പം ഇതിൻ്റെ അകത്ത് എത്ര 16x5 അത്രയും പിൻസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയും പിൻസാണ്. ഇതിൽ ചിലപ്പോൾ 2 പിൻസ് ചിലപ്പോൾ UART ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുമായിരിക്കും. മീൻസ് ഇപ്പം ഈ IC കുറിച്ച് പറയുന്നത് ഇതിൻ്റെ അകത്ത് 6 UART ഇന്റർഫേസസ് ഉണ്ട്. ഈ 6 UART ഇന്റർഫേസസും ഈ 16x5 പിൻസിൽ മൾട്ടിപ്പിൾ പിൻസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് പിന്നെ ഏതിനാണ് യൂസ് ചെയ്യേണ്ടത്, കോൺഫ്ലിക്റ്റ് വരല്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി മൈക്രോ കൺട്രോളറിന്റെ ഡാറ്റ ഷീറ്റ് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കും. സോ ഈ ഡാറ്റ ഷീറ്റ് വായിക്കുന്നതിൽ ഒരു മടിയും കാണിക്കാൻ പാടില്ല. എന്ത് ചെയ്താലും എന്തിന് വരുമ്പോഴും ഇപ്പോൾ ഫർദർ നമ്മൾ ഇത് ലാബിന്റെ കേസസിലായാലും ഇപ്പോൾ ഒരു ഓപ്പാമിന്റെ IC യൂസ് ചെയ്ത് ഒരു ചെറിയ സർക്യൂട്ട് ആയാലും, പക്ഷേ ആ ഓപ്പാമിന്റെ ഡാറ്റ ഷീറ്റ് ക്ലിയർ ആയിരിക്കണം. അതിന്റെ എത്ര വോൾട്ടേജ് മാക്സിമം കൊടുക്കാൻ പറ്റും എല്ലാം ആ ഡാറ്റ ഷീറ്റിനകത്ത് അവർ പറഞ്ഞിരിക്കും. ഇതിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എത്ര ആയിരിക്കും, കറണ്ട് എത്ര കൊടുക്കും. ചിലപ്പോൾ നമ്മൾ ടീച്ചർ പറയുന്നതനുസരിച്ച് നമ്മളൊരു കറണ്ട് കൊടുക്കും, ചിലപ്പോൾ അടിച്ചു പോകും, അങ്ങനെയൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ ആ കറണ്ട് അത് സസ്റ്റെയിൻ ചെയ്യുന്നില്ലായിരിക്കും. അതെല്ലാം മീൻസ് എത്ര കറണ്ട് കൊടുക്കാൻ പറ്റും, എത്ര വോൾട്ടേജ് അതിന് സപ്ലൈ ചെയ്യാൻ പറ്റും, എത്ര വോൾട്ടേജ് സപ്ലൈ ചെയ്താൽ അത് വർക്ക് ചെയ്ത് തുടങ്ങും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ആ ഡാറ്റ ഷീറ്റിനകത്ത് അവർ മെൻഷൻ ചെയ്യും. സോ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും എല്ലാം ഒരു എന്ത് ചെറിയ സർക്യൂട്ട് ചെയ്യാൻ പോകണമെങ്കിലും യൂസ് ചെയ്യുന്നത് ഒരു IC ആണോ എന്തായാലും ആ ICനെ കുറിച്ച് ഒരു ഐഡിയ എപ്പോഴും അതിന്റെ ഡാറ്റ ഷീറ്റ് വായിച്ച് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, ഡാറ്റ ഷീറ്റിൻ്റെ അകത്ത് കുറെ ചപ്പും ചവറൊക്കെ എഴുതി വെക്കും, കുറെ ഗ്രാഫും അതും ഇതൊക്കെ വരച്ച് വെക്കും. അത് നമ്മുടെ ആവശ്യം ഇല്ലെങ്കിൽ നമുക്ക് വിടാം. പക്ഷെ ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ആ ഒരു IC കുറിച്ച് വേണം. ഓക്കെ, സോ അതാണ് ഫസ്റ്റ്. സോ ഇവിടെ ഇപ്പം ഈ ഒരു IC ഡാറ്റ ഷീറ്റിൻ്റെ അകത്ത് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ICന്റെ കേസ് വരുമ്പോഴത്തേക്ക് ഇതിന്റെ VBAT തൊട്ട് VDDA വരെയുള്ള എല്ലാ പിൻസ്, അത് 1 2 3 4 5 6 7 8 പിൻസ്, 8 പിൻസ് ഉണ്ട്. ഈ 8 പിൻസിന് ഓരോ പിന്നിനും റിക്വയർ ചെയ്യുന്നത് 1 കപ്പാസിറ്റർ ഈച്ച് ആണ്. Okay, 1 capacitor each is required for each of this VDD pins. Each VDD pin like basically IC power ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്. ആൻഡ് ഇവിടെ each VDD പിന്നിന് 1 capacitor recommended ആണ്. It is mentioned in the data sheet. At least 1 capacitor എങ്കിലും means 1 capacitor അവിടെ എന്തായാലും വേണം എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് for this. So okay, so അതാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. I'll be drawing the capacitors. So capacitor വേണമെങ്കിൽ I can go here, capacitor എടുക്കാം. Okay, ഇതാണ് capacitor, C symbol ആണ്. So this is my capacitor. Now
what happens is that ഇവിടെ എനിക്ക് 8 കപ്പാസിറ്റേഴ്സ് വേണം. 8 കപ്പാസിറ്റേഴ്സ് ഞാൻ ഇവിടെ നിരത്തി കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഇറ്റ് വിൽ ലുക്ക് കൈൻഡ് ഓഫ് ഓക്കെ, കുഴപ്പം കാണത്തില്ല, ബട്ട് ഇറ്റ് വിൽ ലുക്ക് കൈൻഡ് ഓഫ് ഒരു എന്തെന്ന് പറയുന്നത് ഒരു ലുക്ക് കാണത്തില്ല ബേസിക്കലി. അതുപോലെ ഇപ്പോൾ 8 കപ്പാസിറ്ററിനെ കാട്ടി കൂടുതൽ കപ്പാസിറ്റേഴ്സ് വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല. സോ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കപ്പാസിറ്റേഴ്സിനെ വേറെ എവിടെയെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യും. ലെറ്റ്സ് സേ ഞാൻ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തു. ഓക്കെ, സോ ഇതുപോലത്തെ 8 കപ്പാസിറ്റേഴ്സ് ആണ് എനിക്ക് വേണ്ടത്. സോ ഐ ജസ്റ്റ് സെലക്ട് ദിസ്, കൺട്രോൾ സി, കൺട്രോൾ ബി, കൺട്രോൾ ബി. ഓക്കെ, സോ ഹിയർ കൺട്രോൾ സി, കൺട്രോൾ ബി അടിച്ച് പോകാം. ഓക്കെ, ഓക്കെ, സോ 8 കപ്പാസിറ്റേഴ്സും ഉണ്ട്. ഒരു അലൈൻമെന്റ് ഓക്കെ, 8 കപ്പാസിറ്റേഴ്സും ഉണ്ട്. ആൻഡ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ ഫോർ 8 കപ്പാസിറ്റേഴ്സ് 100 നാനോ ഫാരഡ് കപ്പാസിറ്റേഴ്സ് ആണ് യൂസ് ചെയ്യണമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. സോ ഐ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദിസ്. ഇവിടെ ഈ C1 ആണ് റെഫറൻസ് ഓഫ് ദ കപ്പാസിറ്റർ. സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിന്റെ വാല്യൂ ആണ്. സോ ഇതിനെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇത് ഓപ്പൺ ചെയ്തു, ഇങ്ങനെ ഒരു സിമ്പിൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന സംഭവം ഓപ്പൺ ചെയ്ത് വരും. സോ ഇവിടെ ഇതിന്റെ വാല്യൂ C ആണ് കൊടുത്തേക്കുന്നത്. അതിനെ ഞാൻ മാറ്റി 100 നാനോ ഫാരഡ് 100 NF എന്ന് കൊടുക്കാം. 100 നാനോ ഫാരഡ് കപ്പാസിറ്റർ ആണ് വേണ്ടത്. സോ 100 നാനോ ഫാരഡ് കപ്പാസിറ്റർ. എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റിനെ മാത്രം വേണമെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ് ടെക്സ്റ്റ്, എം ഞെക്കിയാൽ തന്നെ ഇത് മൂവ് ആവും. അപ്പോൾ എനിക്ക് പ്ലേസ്മെന്റ് കറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ് ആൻഡ് ഡു ദിസ്. ഓക്കെ, സോ ഇവിടെ യു ക്യാൻ റീപ്ലേസ് ദിസ് വിത്ത് 100 നാനോ ഫാരഡ്. 100 നാനോ ഫാരഡ്. യു ക്യാൻ ക്ലിക്ക് ഓൺ ദിസ്, യു ക്യാൻ മൂവ് ദിസ് ഇഫ് യു വാണ്ട്. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതെല്ലാം ഡിലീറ്റ്. ഈസി. ഓക്കെ, സോ ഈസി, പിന്നെ കൺട്രോൾ സി, കൺട്രോൾ. ഓക്കെ, സോ 8 കപ്പാസിറ്റേഴ്സ്. നൗ 8 കപ്പാസിറ്റേഴ്സും ഞാൻ വെച്ചു. ഈ 8 കപ്പാസിറ്റേഴ്സ് എനിക്ക് ഇവിടെ ആണ് ആവശ്യം. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഐ ഹാവ് ടു കണക്ട് ദിസ് കപ്പാസിറ്റേഴ്സ്. സോ നൗ ടു കണക്ട് ദിസ് കപ്പാസിറ്റേഴ്സ്, ഇത് സൂം ഇൻ ചെയ്ത് നോക്കി ഇങ്ങനെ ഒരു പോർട്ട് കാണാം. ആ പോർട്ടിന്റെ മണ്ടയ്ക്ക് ഞാൻ കേഴ്സർ കൊണ്ട് വെക്കുമ്പോൾ തന്നെ ഒരു സിമ്പിൾ വരും. ദിസ് സിമ്പിൾ റീപ്രസെന്റ് വയർ. സോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ഒരു വയർ വരും. So that you can connect it like this. സോ ഇനി ഇവിടെ നിന്ന് എനിക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇത് എടുക്കുക, ഇതിലോട്ട് കണക്ട് ചെയ്യുക. അവിടെ ഒരു ജംഗ്ഷൻ ക്രിയേറ്റ് ആവും. പിന്നെ അടുത്തത് ഇവിടെ നിന്ന് എടുത്ത് ഇതിലോട്ട് കണക്ട് ചെയ്യാം. Okay, so just I have connected the capacitors. ഇനി ഇവിടെ ഈ പിൻസും കണക്റ്റഡ് ആണ്. ഇവിടെ ഈ പിന്ന് ഇതായിട്ട് കണക്ട് ചെയ്തു.
ഓക്കെ ആ ഓക്കെ സോ ദിസ് പിൻസ് ആർ ഷോർട്ടഡ് ടുഗദർ. ഇനി ഞാൻ ഈ പിൻസിൻ്റെ ഇവിടെ ഞാൻ ഇത് പവർ ചെയ്യാനുള്ള പിൻസ് ആയതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു 3.3 വോൾട്ടേജ് കൊടുക്കണം. എന്നിട്ട് ഈ 3.3 ഇവിടും കൊടുക്കണം. സോ ബേസിക്കലി ഈ പോയിന്റ് ആയിട്ട് കണക്ട് ചെയ്യണം. നൗ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഈ പോയിന്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഞാൻ ഇവിടുന്ന് ഒരു വയർ എടുത്ത് ഇവിടെ കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല. ഈ ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സി പ്രോഗ്രാം ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ബേസിക് പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോഴത്തേക്ക് ഈ ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ലാസ്റ്റ് ഒരു സർക്കിൾ വെച്ച് കണക്ട് ചെയ്ത് ഇപ്പുറത്ത് എനിക്ക് കൊണ്ട് വരയ്ക്കാൻ പറ്റില്ല. ഈ സർക്കിൾ ഒരു ലേബിൾ കൊടുക്കണമെന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മേളിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തമ്മിലൊരു കണക്ഷൻ ആയത്. ഇതേ കോൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് നോൺ എസ് ലേബിളിംഗ്. സോ 3 ടൈപ്പിൽ ലേബിളിംഗ് ഉണ്ട്. ഇവിടെ ഇതെന്ന് പറയുമ്പം ഇത് ഈ ലേബിളിംഗിൽ വരുമ്പോഴത്തേക്ക് യു ക്യാൻ സീ. ഇപ്പം ഞാൻ വെറുതെ ഒരു പേര് കൊടുത്തു. ഇപ്പം ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വന്ന് കയറിയിരിക്കും. സോ ഈ ടൈപ്പ് ഓഫ് ലേബിളിംഗ് ഉണ്ട്. പിന്നുള്ളത് ഹൈറാർക്കിയൽ ലേബിളിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. പിന്നുള്ളത് ഗ്ലോബൽ ലേബിളിംഗ് എന്ന സംഭവം. അപ്പം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇഫ് യുവർ സ്കിമാറ്റിക് ഹാസ് ജസ്റ്റ് 1 ഷീറ്റ്, ഒറ്റ ഷീറ്റേ ഉള്ളൂ എന്ന് വെച്ചോ. ഹൈറാർക്കിയൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അത് നോക്കാം. ഈ ഒറ്റ ഷീറ്റേ ഉള്ളൂ എങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഗ്ലോബൽ ലേബിൾ. ഈ ഗ്ലോബൽ ലേബിൾ എടുക്കുക, ഈ ലേബിളിന് ഒരു പേര് കൊടുക്കുക, 3.3 വോൾട്ട്. ഓക്കെ, നൗ 3.3 വോൾട്ട്. അപ്പോൾ ഈ 3.3 വോൾട്ട് എനിക്ക് ഇവിടെ കണക്ട് ചെയ്യണം. സോ ഹിയർ ഇഫ് ദിസ് ഇസ് നോട്ട് ലൈക്ക് അലൈൻഡ് പ്രോപ്പർലി, സോ ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് യു ക്ലിക്ക് ഓൺ ആർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് റൊട്ടേറ്റ് ആവും. ഓക്കെ, ആർ ക്ലിക്ക് ചെയ്തു, ഇത് റൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ എടുക്കുക, കണക്ട് ചെയ്യുക. ഇത്രേ ഉള്ളൂ. സോ ഈ 3.3 ഇതിലോട്ട് കണക്ട് ആയി. എന്നിട്ട് ഇതിനെ എനിക്ക് ഇവിടെ വന്ന് കണക്ട് ചെയ്യണം. സോ വാട്ട് ഐ വിൽ ഡു ഈസ് ഐ വിൽ യൂസ് ദിസ് സെയിം ലേബിൾ. കൺട്രോൾ വി അടിച്ച് ഇത് സെയിം ലേബിൾ തന്നെ ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് ഇത് ഇവിടെ കണക്ട് ആവും. നൗ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ പോയിന്റും തമ്മിൽ ഒരു കണക്ഷൻ വന്നു. അത് കണക്ഷൻ വന്നോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ഇതുണ്ട്, ഹൈലൈറ്റ് നെറ്റ്സ്. ഈ നെറ്റ്സ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിനെ ക്ലിക്ക് ചെയ്ത് ഞാൻ 3.3യുടെ മണ്ടയ്ക്ക് കൊണ്ട് വെച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു പിങ്ക് കളർ കണ്ടോ, ഈ പിങ്ക് കളർ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് കണക്ട് ആയി കഴിഞ്ഞു. സോ ഇത്രയും പോയിന്റ്സ് ഞാൻ ഒരു വയർ വെച്ച് ഷോർട്ട് ചെയ്തുകൊണ്ട് ഇത് ഇത്രയും പോയിന്റ്സ് ഒറ്റ 3.3ലോട്ട് കണക്ട് ആയി. ഇതേപോലെ ഇവിടെ നെറ്റ് 3.3 വി തന്നെയാണ്. അപ്പം ഇത് അതേപോലെ കണക്ട് ആയി. നെറ്റിന്റെ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് എന്താണ്, ഇപ്പം ഇവിടെ എങ്ങനെയാണോ കൊടുത്തേക്കുന്നത് അവിടെ അതുപോലെ തന്നെ കൊടുക്കണം. ഒരു വ്യത്യാസവും ക്യാപ്സ് ലോക്കിലോ ഒന്നിലോ ഒരു വ്യത്യാസം പാടില്ല. സോ ഇറ്റ് ഷുഡ് ബി ദ സെയിം. ഓക്കെ, കേസ് സെൻസിറ്റീവ് ആണ്, അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോ നെറ്റ് ലേബിളിംഗ് കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്ന അതേ ലേബിൾ ഇവിടെ കൊടുക്കുക. ദാറ്റ് മീൻസ് their connection is established. Okay, so highlight യൂസ് ചെയ്ത് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും if there is like connection or not. So ഈ 3.3 ഇവിടെ കൊണ്ടുവച്ചു. ഇനി അടുത്തത് എനിക്ക് എപ്പോഴും നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പം എന്ത് സർക്യൂട്ട് ആയാലും ഗ്രൗണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ എനിക്ക് ഗ്രൗണ്ട് വേണം. സോ ഫോർ ദാറ്റ് ഐ യൂസ് ദിസ് പവർ സിമ്പൽ. ഇവിടെ GND അടിച്ചാൽ ഐ വിൽ ബി ഗെറ്റിംഗ് ദ ഗ്രൗണ്ട്. നോ, ഗ്രൗണ്ട് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഗ്രൗണ്ട് ഉണ്ട്. ഇത് അനലോഗിന്റെ കേസസിലൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്രൗണ്ട് ആയിരിക്കും. ഡിജിറ്റൽ സർക്യൂട്ട്സ് ഒക്കെ ആണെങ്കിൽ യൂസ് ചെയ്യുന്ന ഈ ഗ്രൗണ്ട് ആയിരിക്കും. ബേസിക്കലി ആ സിമ്പിളിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ ഒരു എർത്തിങ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചു, എന്നിട്ട് ഇത് ഇവിടെ ആയിട്ട് കണക്ട് ചെയ്തു. സോ ദിസ് മീൻസ് ദിസ് കംപ്ലീറ്റ് പോയിന്റ് ഇസ് എർത്ത്. ഇവിടെ എനിക്ക് ഈ ഒരു നെയിമിങ്ങിന്റെ ആവശ്യമില്ല, കാരണം ഇത് കണ്ടാൽ തന്നെ മനസ്സിലായത് അർത്താണ്. സോ നെയിമിങ്ങിന്റെ ആവശ്യമില്ല. സോ ഹിയർ യൂസ് ചെയ്യും. ഇപ്പം ഇങ്ങനത്തെ ഇത് ഇത്രയും കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് ഓക്കെ, നൗ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി പറയാം. വാട്ട് ഈസ് ദ നീഡ് ഓഫ് ദീസ് മെനി കപ്പാസിറ്റേഴ്സ്. സോ ഈ ഒരു IC ശരിക്കും പറഞ്ഞാൽ വളരെ കുഞ്ഞ് IC ആണ്. വളരെ കുഞ്ഞ് IC എന്ന് പറയുമ്പോൾ ലൈക്ക്, പക്ഷേ ഈ ICൻ്റെ അകത്ത് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ദർ ആർ മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഇൻ ദിസ് IC. സോ വളരെ ഈ സർക്യൂട്ട് ഇങ്ങനെ ഹിസ്റ്ററി പറയുമ്പോഴത്തേക്ക് ഈ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വന്നു. ഇപ്പോൾ മൂർസ് ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അതായത് ഇത്ര വർഷം കൂടുമ്പോഴത്തേക്ക് ട്രാൻസിസ്റ്റേഴ്സിന്റെ എണ്ണം കൂടുന്ന ഒരു ഗ്രാഫ് പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ എവറി ടൈം ദ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആർ ഇൻക്രീസിങ്. സോ ഈ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത് വളരെ ചെറിയ നോയ്സിന് വരെ ഈ IC ഭയങ്കര എന്താണ് പറയുന്നത് എഫക്റ്റ് ചെയ്തിരിക്കും. ലൈക്ക് ദിസ് IC വിൽ ബി അഫക്റ്റഡ് ബൈ മൈന്യൂട്ട് നോയ്സസ്.
ചെറിയ നോയ്സ് ആണെങ്കിൽ പോലും, കാരണം ഇന്റർ മില്യൺസ് ഓഫ് വളരെ സ്മോൾ ട്രാൻസിസ്റ്റേഴ്സ്, മില്യൺസ് ഓഫ് ദം ആർ ദർ ആൻഡ് ദേ വിൽ ബി അഫക്റ്റഡ് ബൈ ദിസ് നോയ്സ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ നോയ്സിനെ എല്ലാം നമുക്ക് ഫിൽട്ടർ ചെയ്യണം. ഈ ഫിൽട്ടറിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്. ഇതിനെയാണ് നമ്മൾ ഡീകപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്. ദീസ് ആർ നോട്ട് എസ് ഡീകപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ബിക്കോസ് ദേ ആർ ആക്ച്വലി യൂസ് ടു ഫിൽട്ടർ ഡൗൺ ദിസ് ഹൈ ഫ്രീക്വൻസി നോയ്സസ്. ഈ നോയ്സസിനെ എല്ലാം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റേഴ്സ് ആണ്. സോ ഏതൊരു ഐ സി വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ പോലും ഇറ്റ് ഈസ് നെസസറി ടു ഇൻക്ലൂഡ് എ ഡീകപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്. ആൻഡ് ചിലർ റെക്കമെൻഡ് ചെയ്യും ഇത്ര ഡീകപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് വേണം, ഡാറ്റ ഷീറ്റ് റെക്കമെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ യു ക്യാൻ യൂസ് അറ്റ്ലീസ്റ്റ് 1 ഡീകപ്ലിംഗ് കപ്പാസിറ്റർ ഒരു ഐ സിൻ്റെ അത് യൂസ് ചെയ്യണം. അതായത് ഒരു നല്ലൊരു പ്രാക്ടീസ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സംഭവം. സോ ഇപ്പോൾ എസ് ടി എമ്മിൻ്റെ കേസിൻ്റെ അകത്ത് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും ഡീകപ്ലിംഗ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത്രയും തന്നെ ഞാൻ യൂസ് ചെയ്തു. സോ ഇത്രയും ഡീകപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് വേണം. റൈറ്റ്. നൗ ഇനി ഇത് കൂടാതെ എനിക്ക് ഇവിടെ എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഒരു ബൾക്ക് കപ്പാസിറ്ററും കൂടെ വേണം. ബൾക്ക് കപ്പാസിറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ് മെയിൻ ഡീകപ്ലിംഗ് ചെയ്യുന്ന കപ്പാസിറ്റർ. ഇറ്റ് ഈസ് ലൈക്ക് ഈ കപ്പാസിറ്ററിനെ കാട്ടി കുറച്ചും കൂടി ഒരു ഹയർ വാല്യൂ ഉള്ള ഒരു കപ്പാസിറ്ററാണ്. ദാറ്റ്സ് നോൺ ആസ് എ ബൾക്ക് കപ്പാസിറ്റർ. സോ ആ ഒരു ബൾക്ക് കപ്പാസിറ്റർ എനിക്ക് ഇവിടെ വേണം. സോ ഒരു ബൾക്ക് കപ്പാസിറ്റർ വേണം. സോ ജസ്റ്റ് കൺട്രോൾ സി കൺട്രോൾ ബി. ഓക്കെ, നൗ ബൾക്ക് കപ്പാസിറ്റർ. ഓക്കെ, സോ ഈ ബൾക്ക് കപ്പാസിറ്ററിന് ഞാൻ യൂസ് ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 1 മൈക്രോ ഫാരഡിന്റെ ഒരു ബൾക്ക് കപ്പാസിറ്റർ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഇത്ര. ഇനി ഇവിടെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. ഈ ബൾക്ക് കപ്പാസിറ്ററിനും ഈ കപ്പാസിറ്ററിന്റെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ കൊണ്ടുവരുന്നുണ്ട്. സോ ഐ ജസ്റ്റ് മൂവ് ദിസ് കപ്പാസിറ്റർ സ്ലൈറ്റ്ലി അവേ ആൻഡ് ഹിയർ ഐ എം ഗോയിങ് ടു ഇൻക്ലൂഡ് എ റെസിസ്റ്റർ. ഒരു റെസിസ്റ്റർ ഇൻക്ലൂഡ് ചെയ്യാൻ പോകും. സോ റെസിസ്റ്റർ ആഡ് സിമ്പലിൻ്റെ അവിടെ കൊടുക്കുക, റെസിസ്റ്റർ ഇൻക്ലൂഡ് ചെയ്യുക. So this is a resistor. So here I can connect the resistor. ഇനി ഈ റെസിസ്റ്ററിന്റെ വാല്യൂ എന്താണ് കൊടുക്കുന്നത് വെച്ചാൽ 0 ആണ് കൊടുക്കുന്നത്. 0 എന്ന് കൊടുക്കും. സോ ഇവിടെ ഓമിന് വരെ നമ്മൾ ഇ എന്ന് പറയുന്ന ഒരു ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്. 0 ഓം റെസിസ്റ്റർ ആണിത്. സോ 0 ഓം റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ ചുരുക്കം പറഞ്ഞാൽ റെസിസ്റ്റൻസ് അവിടെ ഇല്ല. ലൈക്ക് ബേസിക്കലി റെസിസ്റ്റൻസ് ഇല്ല, ബട്ട് സ്റ്റിൽ വി കീപ് ദിസ് ഫോർ എ സേഫ്റ്റി പർപ്പസ്. ഇൻ കേസ് എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ സർക്യൂട്ടിന് സംഭവിച്ചാൽ വി കൻ ആക്ച്വലി ഡീസോൾഡർ ദിസ്. ഇതിനെ എടുത്ത് കളയാൻ പറ്റും. അപ്പോൾ ഈ കണക്ഷൻ ഫുൾ അങ്ങ് ബ്രേക്ക് ആവും, നമ്മുടെ ചിപ്പ് സേഫ് ആയിട്ടിരിക്കും. അങ്ങനെ സിറ്റുവേഷൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു വെരി ലൈക്ക് ബേസിക്കലി നമ്മൾ കാണുമ്പോൾ 0 ഓമേ ഉള്ളൂ, പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് തോന്നും. പക്ഷേ അറ്റ് ടൈംസ് ദിസ് ബിക്കംസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, സോ ഒരു 0 ഓം റെസിസ്റ്റർ ഫോർ ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടി ഞാൻ എപ്പോഴും ഇവിടെ ഒരു 0 ഓം റെസിസ്റ്റർ കണക്ട് ചെയ്യും. സോ ഡീകപ്ലിംഗ് കപ്പാസിറ്ററും ബൾക്ക് കപ്പാസിറ്ററിന്റെ ഇടയ്ക്ക് ഒരു 0 ഓം റെസിസ്റ്റർ കണക്ട് ചെയ്തു. ഇനി ഈ 0 ഓം റെസിസ്റ്റർ കണക്ട് ചെയ്തു. ഇനി ഞാൻ ഇവിടെ ഒരു ലേബിൾ കൊടുക്കുന്നു, വി ബാറ്റ് അല്ലെങ്കിൽ ബാറ്ററി. ബേസിക്കലി ഇത് കണക്ട് ചെയ്തു. ഇവിടെ ഈ വി ബാറ്റ് ഇതും കണക്ട് ചെയ്യണം. സോ ഈ വി ബാറ്റും തമ്മിലൊരു കണക്ഷൻ കൊണ്ടുവരണം. സോ ഇതേ ലേബിൾ എടുക്കുക, ഇവിടെ കൊണ്ടുവെക്കുക. ഓക്കെ, സോ ഇവിടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവും. ഇവിടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി. ഓക്കെ, പിന്നെ ഇനിയും ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാവുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഐ സിക്ക് നീഡഡ് ആയിട്ടുള്ള ഒരു ഡീകപ്ലിംഗ് നമുക്ക് എസ്റ്റാബ്ലിഷ് ആയി. സോ ഇത്രയും ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് ഫുൾ വേണമെങ്കിൽ ഇപ്പം ഇത് ഇവിടെ നിന്ന് പ്ലേസ്മെന്റ് മാറ്റണമെങ്കിൽ ഫുൾ സെലക്ട് ചെയ്തിട്ട് എം ഞെക്കിയാൽ ഫുള്ളായിട്ട് മാറിക്കോളും, നീങ്ങിക്കോളും. ഓക്കെ, സോ ഈ ഒരു ഐ സിക്ക് വേണ്ട ഡീകപ്ലിംഗ് ഇത്രയും ആസ് റെക്കമെൻഡഡ് ഡാറ്റ ഷീറ്റ് റെക്കമെൻഡ് ചെയ്തുപോലെ ചെയ്തു. ബൾക്ക് കപ്പാസിറ്റർ വെച്ച് കണക്ട് ചെയ്തു. സോ ഇതാണ്. നൗ ഇപ്പം ഒരു ലാർജ് സർക്യൂട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ കൊള്ളാം. സോ ഇവിടെ ഇത് യൂസ് ചെയ്ത ഇത് ടെക്സ്റ്റ് ബോക്സ് ആണ്, അതുപോലെ ഇത് വെറുതെ ഒരു റെക്ടാംഗിൾ ആണ്. സോ ഹിയർ ഐ ക്യാൻ യൂസ് എ ടെക്സ്റ്റ് ബോക്സ് ആൻഡ് ഐ ക്യാൻ ആക്ച്വലി ഡ്രോ ഹിയർ. ഇവിടെ ഡ്രോ ചെയ്തിട്ട് ഐ ക്യാൻ നെയിം ഇറ്റ് ഡീകപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്. റൈറ്റ്. സൈസ് കൂട്ടാനോ ഇപ്പം സൈസ് കൂട്ടണമെങ്കിൽ പ്രോപ്പർട്ടീസ് എടുക്കാനുള്ള ഷോർട്ട് കട്ട് ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് എടുത്ത് പ്രോപ്പർട്ടീസ് എടുക്കാം, അല്ലെങ്കിൽ ഈ ഞെക്കിയ ഡയറക്റ്റ് പ്രോപ്പർട്ടീസ് വന്നോളൂ. ഈ ഞെക്കിയ ഡയറക്റ്റ് പ്രോപ്പർട്ടീസ് വരും. അതിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്ക് സൈസ് കൂട്ടണം, ബോൾഡ് ആക്കണം, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇത്രയും. ഇനി അടുത്തത് ഈ സർക്യൂട്ടിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഡാറ്റ ഷീറ്റിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് വി സി സി എ പിൻസ് ഷോർട്ട് ചെയ്യണം, ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യണം. സോ ഷോർട്ട് ചെയ്തു, ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യും. സോ കൺട്രോൾ ബി.
here shown. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇത് അവർ ഡാറ്റ ഷീറ്റിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അതുപോലെ നമ്മൾ ചെയ്തു. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഈ രണ്ട് പിൻസ് വി ക്യാപ്പും വി ക്യാപ് 2 ഇത് ഡാറ്റ ഷീറ്റിൻ്റെ അകത്ത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. യു ഹാവ് ടു കണക്ട് ഇറ്റ് ടു എ 2.2 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ. അത് ഡാറ്റ ഷീറ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി യു വിൽ കണക്ട് ദീസ് 2 പോയിന്റ്സ്. ഈ രണ്ട് പോയിന്റ്സിനെ ഫ്ലോട്ടിംഗ് ആയിട്ട് റിമെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ യു ഹാവ് ടു ഗ്രൗണ്ട് ഇറ്റ്. സോ ഒരു പ്രോപ്പർ ഗ്രൗണ്ടിങ് അവിടെ കൊണ്ടുവന്നു. ഓക്കെ, പ്രോപ്പർ ഗ്രൗണ്ടിങ് അവിടെ കൊണ്ടുവന്നു. ഇത്രയും. സോ ഇത് ഇത്രയും റെക്കമെൻഡഡ് ആണ്. ഇനി അടുത്ത ഇതെന്ന് പറയുമ്പം ഇതിനെ ഈ ഒരു സർക്യൂട്ടിനെ ബൂട്ട് ചെയ്യണം. സോ ഈ സർക്യൂട്ടിനെ ബൂട്ട് ചെയ്യണമെങ്കിൽ ലൈക്ക് ഈ ബൂട്ട് പിൻ ആണ് അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ഈ ബൂട്ട് പിൻ യൂട്ടിലൈസ് ചെയ്താണ് നമ്മൾ ഈ സർക്യൂട്ടിനെ ബൂട്ട് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ ഇതിന്റെ ഡയറക്റ്റ് ഒരു 3.3 ഡയറക്റ്റ് എടുത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. യു ക്യാൻ ഗീവ് എ 3.3. സോ നമ്മൾ എപ്പോഴും ആ ബോർഡിന് ഒരു 3.3 സപ്ലൈ കൊടുക്കുമ്പോൾ തന്നെ ഈ സർക്യൂട്ട് അങ്ങ് ബൂട്ടാകും. ലൈക്ക് ബൂട്ടിംഗ് പർപ്പസ് ഈ ബൂട്ട് 0 എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലൈക്ക് ഇതിന്റെ ഡാറ്റ ഷീറ്റ് വായിച്ച് നോക്കിയാൽ മനസ്സിലായി ബൂട്ട് 0യും ബൂട്ട് 1 എന്ന് പറയുന്ന ഒരു പിന്നുണ്ട്. ഓക്കെ, ഈ ബൂട്ട് 0യും ബൂട്ട് 1 പിൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി പ്രോഗ്രാമിംഗ് പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഗ്രാം ചെയ്തും അല്ലെങ്കിൽ ഇതിന്റെ ഇതിന്റെ ഇന്റേണലി ഒരു SRAM ഉണ്ട്, അതിൻ്റെ അകത്താണ് ഈ പ്രോഗ്രാംസ് സ്റ്റോർ ആവുന്നത്. അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ബൂട്ട് 1 എന്ന് പറയുന്ന ഒരു പിന്നുണ്ട്. ബൂട്ട് 1 ഒരു മിനിറ്റ്. ഓക്കെ, ബൂട്ട് 1 എന്ന് പറഞ്ഞാൽ PB2. ഈ PB2 PB2 പിന്ന് ബൂട്ട് 1 പിന്നാണ്. സോ അവർ PB2 എന്ന് പേര് കൊടുത്തു, ബട്ട് ഇറ്റ്സ് ആക്ച്വലി എ ബൂട്ട് 1 പിൻ. സോ ഈ പിൻ എപ്പോഴും ഗ്രൗണ്ട് ചെയ്ത് വെക്കണം. ഗ്രൗണ്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ ഇതിന്റെ SRAM ആക്റ്റീവായി പ്രോഗ്രാം അതിൻ്റെ അകത്ത് സ്റ്റോർ ആവത്തുള്ളൂ. അതുപോലെ ബൂട്ട് 0യും പ്രോഗ്രാം നമുക്ക് അപ്ലോഡ് ചെയ്യും. ഇനീഷ്യൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ബൂട്ട് 0 3.3 ഒരു സപ്ലൈ വേണം. സോ അതിനുവേണ്ടി ഈ രണ്ട് പിൻസും എസെൻഷ്യൽ ആണ്. സോ അതിന്റെ സർക്യൂട്ടാണ് അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ അത് ചെയ്യാൻ വേണ്ടി സോ ബൂട്ട് 0 ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ബൂട്ട് 0 ഐ ബി കണക്ടിങ് ഇറ്റ് ടു 3.3. അപ്പം പക്ഷെ എപ്പോഴും അതിന് ഫുൾ ടൈം ഒരു സപ്ലൈ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, എപ്പോഴും 3.3 കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. സോ അവിടെ നമുക്ക് ഒന്നെങ്കിൽ ഒരു സ്വിച്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചില സർക്യൂട്ട്സിലൊക്കെ ആണെങ്കിൽ അവർ സ്വിച്ച് യൂസ് ചെയ്യാം. ആ സ്വിച്ച് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യണം. അങ്ങനെയൊക്കെ ചില കേസസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ജമ്പർ അല്ലെങ്കിൽ 2 ഹെഡേഴ്സ് യൂസ് ചെയ്യാം. ജമ്പർ വെച്ച് ഷോർട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാം. സോ ഇവിടെ ഞാൻ ജസ്റ്റ് അതിനുവേണ്ടി ലൈക്ക് ഒരു 2 പിൻ ഹെഡർ യൂസ് ചെയ്യാം. സോ ഇവിടെ ഓക്കെ, സോക്കറ്റും പിന്നെന്ന് പറഞ്ഞ രണ്ടെണ്ണം ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ മെയിലും സോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ആയിരിക്കും. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് 1x2 പിന്ന്. സോ ഇത് യൂസ് ചെയ്യാം. സോ ഇത് ഇത് വരും, ലൈക്ക് ജസ്റ്റ് 2 മെയിൽ ഹെഡേഴ്സ് മാത്രമാണ്. സോ ഈ 2 മെയിൽ ഹെഡേഴ്സ് യൂസ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ബൂട്ട് പർപ്പസിന് വേണ്ടി ഓക്കെ. നൗ ഇത് പിന്നെ എനിക്കിവിടെ ഒരു റെസിസ്റ്റർ വേണം. ദാറ്റ് ഈസ് എ 10K റെസിസ്റ്റർ. ഈ റെസിസ്റ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത് ഞാൻ പറയാം. ഇനി ഇവിടെ ഞാൻ ഒരു ലേബൽ കൊടുക്കാം, ബൂട്ട് 0. ഇവിടെ 3.3 വോൾട്ട്. and ഇവിടെ ഓക്കെ.
ബേസിക്കലി ഇത്രയേ ഉള്ളൂ ബൂട്ട് സീറോന്റെ സർക്യൂട്ട്. ബൂട്ട് സീറോന്റെ സർക്യൂട്ട്, ഈ സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ ഇത് രണ്ട് മെയിൽ ഹെഡേഴ്സ് ആണ്. ഈ രണ്ട് മെയിൽ ഹെഡേഴ്സ് ഷോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 3.3 വോൾട്ട് ബൂട്ട് സീറോയിലോട്ട് പോകും. സോ ആ ഒരു സമയത്ത് അപ്പോൾ പ്രോഗ്രാമിംഗ് വേണ്ടി പ്രോഗ്രാം ചെയ്യുക അല്ലെങ്കിൽ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് റെക്കമെൻഡഡ് ആണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. ജസ്റ്റ് രണ്ടെണ്ണം ഷോർട്ട് ചെയ്യുക, ബൂട്ട് സീറോ ഹൈ ആവും. അപ്പം ഇനി ഇത് എന്തുകൊണ്ട് ഞാൻ ഒരു റെസിസ്റ്റർ, ഓക്കെ റെസിസ്റ്ററിന്റെ വാല്യൂ 10K യൂസ് ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ട് 10K റെസിസ്റ്റർ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നു? ദിസ് there is a concept known as pull up and pull down. പുൾ ഡൗൺ ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ ഈ രണ്ട് പിൻസ് ഈ രണ്ട് മെയിലിനെ അൺകണക്റ്റഡ് ആയിട്ട് വെച്ചു. അപ്പൊ അൺകണക്റ്റഡ് ആയിട്ട് വെക്കുമ്പോൾ ലൈക് തിയററ്റിക്കലി സ്പീക്കിംഗ് ഈ ബൂട്ട് സീറോ ഓട്ടോമാറ്റിക്കലി ഗ്രൗണ്ട് ആവും. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ചിലപ്പോൾ ഇത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് അതായത് നെയ്തർ ഗ്രൗണ്ട് ആയിരിക്കും നെയ്തർ ഹൈ ആയിരിക്കും. ആ ഒരു ഇടയ്ക്കത്തെ സ്റ്റേജ് ഫ്ലോട്ടിംഗ് സ്റ്റേജ് എന്നാണ്. ഈ ഫ്ലോട്ടിംഗ് സ്റ്റേജ് ആക്ച്വലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ഇതല്ല. സോ ഇതിനെ ഫ്ലോട്ടിംഗ് ആയിട്ട് വെക്കാൻ പറ്റത്തില്ല. സോ ഫ്ലോട്ടിംഗ് ആയിട്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചാൽ ഒരു റെസിസ്റ്റർ വഴി ഇതിനെ ഫോഴ്സ്ഫുള്ളി ഗ്രൗണ്ട് ചെയ്യും. അപ്പം ഇവിടെ എന്ത് സംഭവിക്കുന്ന ഈ രണ്ട് പിൻസ് തമ്മിൽ കണക്റ്റഡ് അല്ല. അപ്പൊ ഇവിടെ ഒരു ഹൈ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, കറണ്ടിന്റെ പാത്തിന്റെ ഫ്ലോ എങ്ങനെയായിരിക്കും, ഈ 10K റെസിസ്റ്റർ വഴി ഗ്രൗണ്ട്. അപ്പം ഫോഴ്സ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബൂട്ട് സീറോ പിന്നിനെ ഗ്രൗണ്ട് ചെയ്യുന്നു വെൻ ദീസ് 1 and 2 എന്ന് പറഞ്ഞ ഈ രണ്ട് പിൻസ് കണക്റ്റഡ് അല്ലാത്തപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ഗ്രൗണ്ട് ചെയ്ത് വെക്കുന്നു. സോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പുൾ ഡൗൺ റെസിസ്റ്റർ ആണിത്. ഓക്കെ, നൗ പുൾ ഡൗൺ ഒരു റെസിസ്റ്റർ അവിടെ യൂസ് ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഡയറക്ട്ലി എനിക്ക് ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്താൽ പോരെ, അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ റീസൺ എന്ന് പറയുമ്പോൾ അപ്പം ഇവിടെ ഒരു എന്താണ് സീറോ റെസിസ്റ്റൻസ് പാർട്ടാണ്. അപ്പൊ കറണ്ട് എപ്പോഴും ഗ്രൗണ്ട് ആയി മീൻസ് കറണ്ട് എപ്പോഴും ആ പാർട്ടിൽ കൂടെ ഫ്ലോ ചെയ്യത്തുള്ളൂ, എപ്പോഴും ഗ്രൗണ്ട് ആയിരിക്കും. ഞാൻ ഇവിടെ ഹെഡർ കണക്ട് ചെയ്തോ ഇല്ലയോ ഡസൻ ഡിപ്പെൻഡ് ഓൺ ദാറ്റ്, ഇപ്പോഴും ഗ്രൗണ്ടഡ് ആയി പോകും. കാരണം ഇതൊരു എന്താണ് സീറോ റെസിസ്റ്റൻസ് പാർട്ടായി വരും. ഇപ്പോൾ റെസിസ്റ്റർ ഉള്ളതുകൊണ്ട് അവിടെ ഒരു റെസിസ്റ്റൻസ് എസ്റ്റാബ്ലിഷ് ആവും. സോ ഇവിടെ ഇത് 1 ഉം 2 ഷോർട്ട് ആണെങ്കിൽ കറണ്ടിന്റെ പാത്ത് നേരെ 3.3 വോൾട്ട് ഈ ബൂട്ട് സീറോ എന്ന് പറയുന്ന പിന്നിലോട്ട് പോകും. സോ ഈ ബൂട്ട് സീറോ അതുപോലെ എനിക്ക് ഇവിടെ കണക്ട് ചെയ്യണം. സോ ഐ വിൽ ബ്രിങ് ഇറ്റ് ഹിയർ ആൻഡ് ഐ വിൽ കണക്ട് ഇറ്റ്. ഓക്കെ, നൗ ബൂട്ട് 1 ഞാൻ പറഞ്ഞാൽ SRAM എനിക്ക് ആക്ടിവേറ്റ് മീൻസ് SRAMന്റെ അകത്ത് അല്ലെങ്കിൽ പ്രോഗ്രാം എനിക്ക് റാമിന്റെ അകത്ത് പ്രോഗ്രാം എനിക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഐ നീഡ് ബൂട്ട് 1 ടു ബി ഗ്രൗണ്ടഡ്. സോ ബൂട്ട് 1 വേണം. ദിസ് ബൂട്ട് 1 ഗ്രൗണ്ട് ചെയ്യണം. ഇവിടെ യു ആർ റെക്കമെൻഡഡ് ടു യൂസ് ഡയറക്ട്ലി ഗ്രൗണ്ട് ചെയ്യേണ്ട, റെക്കമെൻഡഡ് ടു യൂസ് എ റെസിസ്റ്റർ. ഒരു റെസിസ്റ്റർ എപ്പോഴും നമ്മൾ ഡയറക്ട്ലി ഗ്രൗണ്ട് ചെയ്യുന്നതിനെക്കാട്ടിയും എന്തെങ്കിലും മീൻസ് ഒരു പിന്ന് ഗ്രൗണ്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും റെസിസ്റ്റർ വഴി ഗ്രൗണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബൂട്ടിന്റെ സർക്യൂട്ട്. അല്ല ബൂട്ട് 1 ഞാൻ ബൂട്ട് 1 ഇവിടെ PB2 കൊടുക്കേണ്ടത്. ഈ പിന്നെ PB2 ആണ് ബൂട്ട് 1 യൂസ് ചെയ്യുന്നത് മനസ്സിലാവുന്ന ഡാറ്റ ഷീറ്റ് വായിച്ചാൽ മനസ്സിലാവും. PB2ന്റെ ഫംഗ്ഷനാലിറ്റി ബൂട്ട് 1 വേണ്ടിയാണെന്ന് അവർ എഴുതിയിട്ടുണ്ട്. അതുപോലെ ബൂട്ട് 0 ബൂട്ട് 1 ഉള്ള ഇപ്പൊ ബൂട്ട് 0 ആണ് ബൂട്ട് 1 ആണെങ്കിൽ എന്ത് കോൺഫിഗറേഷൻ ആയിരിക്കും, അല്ല അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ആ ഡാറ്റ ഷീറ്റിന്റെ അകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഏത് കോൺഫിഗറേഷൻ ആണ് അതിനനുസരിച്ച് ചെയ്യുക. അപ്പം അതാണ് ഇത്. അപ്പം ഇവിടെ ഞാൻ ഇതിനൊരു ജസ്റ്റ് ബോക്സ് വരയ്ക്കുന്നു, ഒരു നെയിം കൊടുക്കാം. ഇത് ബൂട്ട് സർക്യൂട്ട് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ബൂട്ട് ഇത്ര. സോ ഇത്രയും. ഇനി അടുത്തത് NRST എന്ന് പറയുന്നത്. NRST എന്ന് പറഞ്ഞാൽ റീസെറ്റ് പിന്നാണ്. NRST റീസെറ്റ് പിൻ എന്ന് പറയുമ്പോഴത്തേക്കാണ് റീസെറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ സർക്യൂട്ട് ഒന്ന് അല്ലെങ്കിൽ ഈ IC ഒന്ന് റീസെറ്റ് ചെയ്യണം, ഫുള്ളി ഒന്ന് റീലോഡ് അതായത് ഒന്ന് ഫുൾ ഓഫ് ആയി ഓൺ ആവുന്ന പോലെ റീസെറ്റ് ചെയ്യണം. ഈ റീസെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നാണ് ഈ NRST പിൻ. അപ്പോൾ റീസെറ്റ് പിൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ റീസെറ്റ് പിൻ ഒരിക്കലും ഫ്ലോട്ടിംഗ് ആയിട്ട് വെക്കാൻ പാടില്ല. കാരണം ഫ്ലോട്ടിംഗ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ റീസെറ്റ്സ് ഒരുപാട് ഈ പ്രോഗ്രാമിംഗ് ഫേസ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ പ്രോഗ്രാം പോലും അപ്ലോഡ് ആവത്തില്ലായിരിക്കും. അപ്ലോഡ് ആയാൽ തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ IC വർക്ക് ചെയ്ത് പോലുമില്ലായിരിക്കും. സോ റീസെറ്റ് പിൻ ഷുഡ് ഓൾവേസ് ബി ഒരു റീസെറ്റ് പുള്ളപ്പ് ഈസ് ഓൾവേസ് നെസസറി. അപ്പോൾ റീസെറ്റ് പുള്ളപ്പ് എപ്പോഴും നെസസറി ആണ്. സോ ഒരു പുള്ളപ്പ് അതായത് റീസെറ്റ് റീസെറ്റ് പുള്ളപ്പ് എപ്പോഴും നെസസറി ആണ്. സോ റീസെറ്റ് പുള്ളപ്പ് ചെയ്യണം. ഇനി ഇവിടെ പുള്ളപ്പ് ആണോ പുൾ ഡൗൺ ആണോ ചെയ്യുന്നത് എങ്ങനെ മനസ്സിലാവും? ഡിപ്പെൻഡിങ് ഓൺ ദ NRST എന്ന് പറയുമ്പോഴത്തേക്ക് ലോ ആണെങ്കിൽ സിഗ്നൽ ലോ ആണെങ്കിൽ ഇത് റീസെറ്റ് ആവും, സിഗ്നൽ ഹൈ ആണെങ്കിൽ ഇത് റീസെറ്റ് ആവില്ല. സോ എനിക്ക് എപ്പോഴും റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട.
സോ സിഗ്നൽ ലോ ആകുമ്പോൾ എനിക്ക് സിഗ്നൽ ലോ ആകുമ്പോൾ എനിക്ക് റീസെറ്റ് ചെയ്താൽ മാത്രം മതി. സോ അവിടെ എന്താണ് ഒരു പുള്ളപ്പ് ആണ് റെക്കമെൻഡഡ്. സോ ഐ നീഡ് എ പുള്ളപ്പ് സർക്യൂട്ട് ഫോർ ദിസ് റീസെറ്റ്. ഒരിക്കലും റീസെറ്റിനെ ഫ്ലോട്ടിംഗ് ആയിട്ട് വെക്കല് നല്ല ഇഷ്യൂസ് ഉണ്ടാക്കും ഇത്. സോ റീസെറ്റിനെ പുള്ളപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ റെസിസ്റ്ററിന് വാല്യൂ കൊടുത്തില്ല. പുള്ളപ്പിന് നമുക്ക് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു റെസിസ്റ്റർ 10K റെസിസ്റ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇവിടെ പുള്ളപ്പ് ചെയ്യാനും ഞാൻ 10K തന്നെ യൂസ് ചെയ്യും. ഇവിടെ ഓക്കെ, റീസെറ്റിന്റെ കേസ് ഞാൻ 10K യൂസ് ചെയ്യണം. 10K യൂസ് ചെയ്യുന്നില്ല, ഒരു 100 ഓംസ് യൂസ് ചെയ്യാം. ഒരു അത്രയും ഹൈ റെസിസ്റ്റൻസ് പുള്ളപ്പിന്റെ ആവശ്യമില്ല. ലൈക്ക് അത് ചിലപ്പോൾ പ്രശ്നം വരത്തില്ലായിരിക്കും, എന്നാൽ ജസ്റ്റ് ഒരു ലോ റെസിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. 3.3 വോൾട്ട്. പിന്നെ ഞാനിത് ഒരു 100 നാനോ ഫാരഡ് കപ്പാസിറ്ററിൽ ഓക്കെ. സോ ഇതിൻ്റെ അപ്പം ഇതായിട്ട് കണക്ട് ആവും. സോ ഇത് എനിക്ക് ഈ കപ്പാസിറ്റർ വഴി ഗ്രൗണ്ട് ചെയ്യാൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ പിന്നിനെ ലൈക്ക് ഈ പിന്നിനെ ഹൈ ആക്കി കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് കയറും, ഇവിടെ കൂടെ കറണ്ട് ഫ്ലോയും ഗ്രൗണ്ട് ആവും. സോ അങ്ങനെ വരുമ്പോൾ ഈ സർക്യൂട്ട് ഒന്ന് റീസെറ്റ് ആവും, മീൻസ് ഈ IC ഒന്ന് റീസെറ്റ് ആവും. സോ അത് മാനുവലി ഒരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ പിന്നിൽ എന്ത് ചെയ്യും ഒരു കപ്പാസിറ്ററും കൂടെ കൊണ്ടുവെക്കുന്നത്. സോ ഇവിടെ റീസെറ്റ് ചെയ്യണം. റീസെറ്റ് റീസെറ്റ് പുള്ളപ്പ്. ഓക്കെ, ഓക്കെ. ഇനി ഈ സർക്യൂട്ടിനകത്ത് ഓക്കെ VREF എന്ന് പറയുന്ന ഒരു പിന്നും കൂടെ ഉണ്ട്. ഓക്കെ, അതിപ്പോൾ ഞാൻ ലാസ്റ്റ് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഈ PH0 PH1. ഈ PH0 PH1 എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിനകത്ത് ഇപ്പോൾ പ്രോഗ്രാം റൺ ആവണമെങ്കിൽ ബേസിക്കലി ഒരു ഹൈ സ്പീഡ് ക്ലോക്ക് വേണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് ഒരു ഓസിലേറ്റർ ഉണ്ട്. ഈ ഓസിലേറ്റർ വെച്ചാണ് ഇത് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഹൈ സ്പീഡിനെ കൊണ്ടുവരുന്നത്. ഒരു മെഗാഹെർട്സ് റേഞ്ചിലോ ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ സ്പീഡ് കൊണ്ടുവരും. ഇനി ഈ സ്പീഡിനെ എനിക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്പീഡിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഓസിലേറ്ററിന് കൂടെ ഞാൻ ഒരു ക്രിസ്റ്റലും കൂടെ പ്ലേസ് ചെയ്യും. സോ ആ ഒരു ക്രിസ്റ്റൽ കണക്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുന്നത് പിൻസ് ആണ് ഈ PH0യും PH1 എന്ന് പറയുന്നത്. സോ ഐ നീഡ് എ ക്രിസ്റ്റൽ ഓസിലേറ്റർ, ഒരു ക്രിസ്റ്റൽ crystal. Now here this crystal circuit I'll be connecting. Now for this crystal ഞാൻ യൂസ് ചെയ്യുന്ന ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ ഒരു എന്താണ് ക്രിസ്റ്റലിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു 8 മെഗാഹെർട്സ് ഫ്രീക്വൻസി ക്രിസ്റ്റലാണ്. സോ ഈ ഇത്രയും ഒരു ഹൈ സ്പീഡ് എന്താ പറഞ്ഞാൽ ഈ സർക്യൂട്ടിന് അത്രയും ഹൈ സ്പീഡിൽ ഒരു ക്ലോക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ അത്രയും സ്പീഡായിട്ട് ഇപ്പം ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ പ്രോസസ്സിംഗ് സ്പീഡ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. സോ ആ പ്രോസസ്സിംഗ് സ്പീഡ് ഒരു 8 മെഗാഹെർട്സ് ഫ്രീക്വൻസിയിൽ എനിക്ക് അത്ര ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അത്രയും ഹൈ സ്പീഡിൽ എനിക്ക് കിട്ടും. ഈ സർക്യൂട്ടിൽ ഇന്റേണലി ഒരു ഓസിലേറ്റർ ഉണ്ട്, പക്ഷെ അത് ആക്ച്വലി ഇത്ര ഒരു ഫ്രീക്വൻസി അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ ഇതിനെക്കാട്ടി കുറവാണ്, ചിലപ്പോൾ 1 മെഗാഹെർട്സ് അല്ലെങ്കിൽ ചിലപ്പോൾ kHz ആയിരിക്കും. സോ ആ ഒരു ഫ്രീക്വൻസി അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. പ്രോസസ്സിംഗ് സ്പീഡ് കമ്പാരിറ്റീവ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടും കുറവായിരിക്കും. അപ്പോൾ ഇത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഒരു ക്രിസ്റ്റൽ പ്ലേസ് ചെയ്യാം. സോ ഈ ക്രിസ്റ്റൽ പ്ലേസ് ചെയ്യുന്നത്, അപ്പം ഈ ക്രിസ്റ്റലിന്റെ സർക്യൂട്ട് ഹിയർ ഐ നീഡ് എ കപ്പാസിറ്റർ.
ഞാൻ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ 20 പൈക്കോ ഫാരഡിൻ്റെ വളരെ ചെറിയ കപ്പാസിറ്റർ. 20 പൈക്കോ ഫാരഡ്. ഓക്കെ, 20 പൈക്കോ ഫാരഡ്. പിന്നെ ഗ്രൗണ്ട് ചെയ്യും. ഇത് ഓസിലേറ്ററിൻ്റെ ഇൻപുട്ട് ഇതിൽ കൊടുക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് ഇത്. ഇവിടെ ഇൻപുട്ട്. Here I am also going to use a 0 ohm resistor, just safety purpose. Zero ohm resistor use ചെയ്യാം. ഇതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ ഒരു റെസിസ്റ്ററാണ്. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്ന റെസിസ്റ്ററിൻ്റെ വാല്യൂ ഒരു 220. ഓക്കെ, സോ ഇത് എനിക്ക് ഇനി ഈ PH0 PH1 കണക്ട് ചെയ്യും. ഓസിലേറ്റർ ഇൻപുട്ട്, ഓസിലേറ്റർ ഔട്ട്പുട്ട്, ഓസിലേറ്റർ ഇൻപുട്ട്, ഓസിലേറ്റർ ഔട്ട്പുട്ട്. ഓക്കെ, സോ ഓസിലേറ്റർ ഇൻപുട്ട് ഇവിടെ ഈ ഒരു സ്ക്വയർ വന്നാൽ അതിൻ്റെ അർത്ഥം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല എന്നാൽ. ഇപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഒന്നുമില്ല. സോ ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. ഇങ്ങനെ ഒരു കേസ് വന്നാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, മൂവ് ചെയ്യുക, വീണ്ടും ഒന്ന് വന്ന് കണക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, വെച്ച് കണക്ട് ചെയ്യും. ജസ്റ്റ് കണക്ഷൻ ഒരു സ്ക്വയർ വന്ന കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല എന്നർത്ഥം. സോ ഇങ്ങനെ കണക്ട് ചെയ്യും. സോ ഇത് ബേസിക്കലി അപ്പം ഇപ്പോൾ തന്നെ 8 കഴിഞ്ഞു. സോ ഐ ജസ്റ്റ് സ്റ്റോപ്പ് ദ സ്കീമാറ്റിക് ഡ്രോയിങ്. സ്കീമാറ്റിക്സ് വരയ്ക്കുന്ന ഞാൻ ഇവിടെ നിർത്താം. ഈ സർക്യൂട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് നാളെ ചെയ്യും. സോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇനിയും കുറേ കണക്ഷൻസ് റെക്കമെൻഡഡ് ആയിട്ട് കുറച്ച് കണക്ഷൻസും കൂടെ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു ഇന്റർഫേസ് കൊണ്ടുവരണമെങ്കിൽ ഞാൻ പിൻസും കൂടെ എടുക്കാം. ഓക്കെ, now ആക്ച്വലി ഞാൻ ഇനി സ്കീമാറ്റിക് ഇരുന്ന് വരയ്ക്കുന്നില്ല. സോ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ബേസിക്കലി ഒരു ഐഡിയ കിട്ടിയല്ലോ സ്കീമാറ്റിക് എങ്ങനെ വരയ്ക്കുന്നതിന്. ഈ ഓരോ ഇത് ഓക്കെ, വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു പിന്ന് എനിക്ക് യൂസ് ഇല്ലെന്ന് വെച്ചോ, ഇങ്ങനെ ഇപ്പൊ ഈ പിന്ന് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്കീമാറ്റിക് ഐ ഡോണ്ട് നീഡ് ദിസ് പിൻ. ഈ പിന്നെ ഞാൻ ഒന്നിനും യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഐ ഹാവ് ടു കീപ് ഇറ്റ് ഈ അൺകണക്റ്റഡ് ആയിട്ട് വെക്കുന്ന വരം ഒരു നോ കണക്ട് എന്ന് പറയുന്ന ഒരു ഫ്ലാഗ് ഉണ്ട്, ഈ ഒരു ക്രോസ് സിമ്പിൾ. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ മണ്ടയ്ക്ക് കൊണ്ട് വെക്കാം. സോ ഈ ഒരു ക്രോസ് സിമ്പിൾ വെച്ച് ഇത് എന്താണ്, ഇതൊരു കണക്ഷൻ, ഈ പിൻസ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അതിന്റെ അർത്ഥം. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കേണ്ട ഒരു സംഭവം. ലൈക്ക് ഈ നമ്മൾ യൂസ് ചെയ്യാത്ത പിന്നെ ഒരിക്കലും ഫ്ലോട്ടിംഗ് ആയിട്ടോ അൺകണക്റ്റഡ് ആയിട്ടോ വെക്കുന്നവരും ഇങ്ങനെ ഒരു നോ കണക്ട് ഫ്ലാഗ്, ഒരു നോ കണക്ട് ഫ്ലാഗ് ഇതിന്റെ മണ്ടയ്ക്ക് പ്ലേസ് ചെയ്യണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് ബേസിക് ഒരു സ്കീമാറ്റിക് എങ്ങനെ വരയ്ക്കുന്നത്. ഇപ്പോൾ എനിക്ക് ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇത് T യൂസ് ചെയ്യാം. റെക്ടാങ്കിൾ വരയ്ക്കണമെങ്കിൽ, സർക്കിൾ വരയ്ക്കണമെങ്കിൽ, അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ഹൈറാർക്കിയൽ എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് നാളെ ഞാൻ തുടങ്ങുമ്പോൾ എന്തോ സംഭവം ഹൈറാർക്കിയലിന്റെ കോൺസെപ്റ്റ് എന്തോന്ന് പറയാം. അതായത് ഈ ഷീറ്റിന്റെ അകത്ത് തന്നെ എനിക്ക് വേറൊരു ഷീറ്റ് കൊണ്ടുവരാം, മൾട്ടിപ്പിൾ പേജസ് കൊണ്ടുവരാൻ പറ്റും. അതാണ് കോൺസെപ്റ്റ് ഓഫ് ഹൈറാർക്കിയൽ എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ ആ ഓരോ ഷീറ്റും എനിക്ക് ലിങ്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ്. ഇനി അടുത്ത ഒരു ചെറിയ കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, ഈ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആക്ച്വലി ബോം ജനറേറ്റ് ചെയ്തെടുക്കാം. ബോം എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് മെറ്റീരിയൽസ് ആണ്. സോ ഇവിടെ ഒരു ടേബിളിന്റെ സിമ്പിൾ ഉണ്ടോ, എഡിറ്റ് സിമ്പിൾ ഫീൽഡ്സ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടേബിൾ വരും. അപ്പം ഞാൻ എന്തൊക്കെ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ടോ ആ സിമ്പിൾസിന്റെ എല്ലാം ഞാൻ എന്ത് റെഫറൻസസ് ആണ് എന്ത് റെഫറൻസ് ആണ് വെച്ചേക്കുന്നത്, എന്ത് ഇതാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ഈ ബോമിന്റെ ടേബിൾ എടുത്തു,
ഞാൻ ഇതിൻ്റെ അകത്ത് വാല്യൂ എഡിറ്റ് ചെയ്താൽ ഈ റെഫറൻസിലുള്ള എല്ലാത്തിൻ്റെ വാല്യൂ അത് എഡിറ്റ് ആവും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബോം ഒരു എക്സൽ ഷീറ്റ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം എക്സ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ എനിക്ക് ഡാറ്റ ഷീറ്റ്സ് എല്ലാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ എസ് ടി എം മൈക്രോ കൺട്രോളിൻ്റെ ഡാറ്റ ഷീറ്റ് ഇതിൻ്റെ അകത്ത് ഓൾറെഡി കീക്കേണ്ടത് അവൈലബിൾ ആണ്. സോ ഇവർ എന്ത് ചെയ്യും, ഈ ഡാറ്റ ഷീറ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് എഡിറ്റ് ചെയ്ത് ഇപ്പോൾ ഇതിൻ്റെ ഡാറ്റ ഷീറ്റ് എനിക്ക് വെക്കണമെന്ന് വെച്ചാൽ ആ ഡാറ്റ ഷീറ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും. സോ ഡാറ്റ ഷീറ്റ് ഇവിടെ വെക്കും. സോ അത് എക്സലായിട്ട് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാം. ക്വാണ്ടിറ്റി എത്ര കപ്പാസിറ്റർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര റെസിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട്, എല്ലാം ക്വാണ്ടിറ്റി. അതുപോലെ ഇപ്പോൾ എനിക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഫീൽഡ് ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് ഒരു ഫീൽഡ് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. ചിലവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യും. ഞാൻ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനൊക്കെ ആഡ് ചെയ്യുമായിരുന്നു. ഓക്കെ, സോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കാണിക്കാനാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു എക്സ്പോർട്ടഡ് എക്സൽ ഷീറ്റ്. ഇതൊരു എക്സ്പോർട്ടഡ് എക്സൽ ഷീറ്റാണ്. സോ ഈ ഒരു ഫോർമാറ്റിൽ ഇതിപ്പം ഒരു ഇതല്ല, ഇത് ഓക്കെ, ഇത് അതിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത ഒരു എക്സൽ ഷീറ്റാണ്. അപ്പം ഇത് എക്സ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എനിക്ക് നോക്കാം. അപ്പം അതുണ്ടോ ഈ റെഫറൻസസ്, ഇത് അതിന്റെ വാല്യൂ എന്തുവാണ്, ഇപ്പൊ എന്താണ്, ഇപ്പൊ കപ്പാസിറ്റർ ആണെങ്കിൽ 20 പൈക്കോ ഫാരഡ്, ഇപ്പൊ ഏതെങ്കിലും ഐ സി ആണെങ്കിൽ ഐ സിന്റെ പേര്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ആ ഫുട് പ്രിന്റ്, അത് ഫുട് പ്രിന്റ് എന്തോ ഞാൻ പറയാം. പിന്നെ ഡാറ്റ ഷീറ്റ് അതിന്റെ, പിന്നെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ. ഇതൊരു കപ്പാസിറ്റർ ആണ്, സെറാമിക് കപ്പാസിറ്റർ ആണ്, 100 വോൾട്ട് അതിന്റെ മാക്സിമം ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഇതിന്റെ മേളിൽ കൊടുത്ത കപ്പാസിറ്റർ അടിച്ചു. പിന്നെ അതിന്റെ സൈസ്, എന്ത് ടൈപ്പ് കമ്പൗണ്ട് ആണ്, മാനുഫാക്ചറർ ആരാണ്, പിന്നെ ആ പ്രോഡക്റ്റ്, ഇപ്പൊ എനിക്ക് ആ പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ ആ പ്രോഡക്റ്റ് ലിങ്ക് ഇവിടെ വെക്കാം. ഇപ്പൊ മൗസറിനാണ് മേടിക്കണമെങ്കിൽ മൗസറിന്റെ ലിങ്ക് ഇവിടെ കൊണ്ടുവെക്കാം. സോ ഇങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോമിന്റെ അകത്ത് എനിക്ക് ചെയ്യാൻ പറ്റും. ഈ ബോമിന്റെ അകത്ത് എനിക്ക് എഡിറ്റ് ചെയ്ത് കയറ്റാൻ പറ്റും. സോ ഒരു റെഫറൻസിന് വേണ്ടി പിന്നെ ലാസ്റ്റ് കുറെ കൺഫ്യൂഷൻസ് ഒഴിവാകും. സോ ഈ ബോം എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഈ ബോമിന്റെ അകത്തായിരിക്കും നമ്മൾ ഫുട് പ്രിന്റ്സും ആഡ് ചെയ്യാൻ പോകുന്നത്. ഫുട് പ്രിന്റിന്റെ കോൺസെപ്റ്റ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയാം. സോ അത് ഞാൻ നാളെ എക്സ്പ്ലെയിൻ ചെയ്യും, വാട്ട് ഈസ് ഫുട് പ്രിന്റിന്റെ കോൺസെപ്റ്റ്. പിന്നെ അതെങ്ങനെ PCB എഡിറ്ററിൽ നമ്മൾ ആ ഫുട് പ്രിന്റ്സ് വെച്ചാണ് ബാക്കിയുള്ള ട്രേസും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നത്. സോ ആ കാര്യങ്ങൾ നോക്കാം. സോ ഇത്രയും ഉണ്ട്. പിന്നെ ഓക്കെ, പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അപ്പൊ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് PCB എഡിറ്റർ, ഇതാണ് PCB എഡിറ്റർ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഇവിടെ ഇത്രയും ലെയേഴ്സ് ഉണ്ടോ, ഇത്രയും ലെയേഴ്സ്. ഇതെന്ന് പറയുമ്പോൾ നമ്മളിപ്പം PCB എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് കാണും. 2 ലെയർ PCB, 4 ലെയർ PCB, 6 ലെയർ PCB, ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ റിക്വയർമെന്റ്. അതിനനുസരിച്ച് നമുക്ക് ഓരോ ലെയേഴ്സ്, ഇപ്പം ഇംപിഡൻസ് മാച്ചിങ് അങ്ങനെയൊക്കെ കുറെ കോൺസെപ്റ്റ് വരുമ്പോൾ 2 ലെയറിൽ പറ്റത്തില്ല, 4 ലെയറിലേ പറ്റത്തുള്ളൂ. ഇപ്പം ഒരുപാട് കമ്പോണൻസ് ഉണ്ട്, എനിക്ക് ഒരുപാട് കമ്പോണൻസ് ഉണ്ട്, പ്രോപ്പർ ഗ്രൗണ്ടിങ് വേണം. 2 ലെയറിൽ പറ്റത്തില്ല. 2 ലെയറിൽ എനിക്ക് ഒരുപാട് കമ്പോണൻസ് വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ടിങ് ഒക്കെ നല്ല പാടായിരിക്കും. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ 4 ലെയറിലോ അതിന്റെ ഹയർ 6 ലെയേഴ്സിലോട്ടൊക്കെ നമ്മൾ പോകും. പക്ഷേ ഈ 2 ലെയർ PCB ഞാൻ പറഞ്ഞു, 2 ലെയറിന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് PCB, ടോപ്പ് ലെയറും കാണും, ഒരു ബോട്ടം ലെയറും കാണും. ഓക്കെ, പക്ഷേ ഈ 2 ലെയർ PCB എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എക്സാക്ട്ലി 2 ലെയേഴ്സ് അല്ല. അതിൻ്റെ അകത്ത് എക്സാക്ട്ലി 2 ലെയേഴ്സ് അല്ല. 2 ലെയർ PCB എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 2 കോപ്പർ ലെയേഴ്സ് ഉണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. 4 ലെയർ PCB വരുമ്പോൾ അതിൻ്റെ അകത്ത് 4 കോപ്പർ ലെയേഴ്സ് ഉണ്ട്. 6 ലെയർ വരുമ്പോൾ 6 കോപ്പർ ലെയേഴ്സ് ഉണ്ട്. അപ്പം ഈ കോപ്പർ ലെയേഴ്സ് വെച്ചാണ് നമ്മൾ ആ 2 ലെയർ PCB ആണോ 4 ലെയർ PCB ആണോ 6 ലെയർ ആണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അപ്പം ഇപ്പം ഇതിൻ്റെ അകത്ത് ഇത് 2 ലെയർ, അപ്പൊ ഇനീഷ്യലി നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഒരു 2 ലെയറിന്റെ കോൺഫിഗറേഷൻ ആയിരിക്കും വരുന്നത്. അപ്പൊ 2 ലെയറിന്റെ കോൺഫിഗറേഷൻ വരുമ്പോൾ 2 ലെയേഴ്സ്, 2 കോപ്പർ ലെയർ ഉണ്ട്. ഫ്രണ്ട് FCU, DCU. FCU എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെയർ അല്ലെങ്കിൽ ഫ്രണ്ട് കോപ്പർ ലെയർ എന്ന് പറയാം, ഏറ്റവും ടോപ്പ് ലെയർ. B എന്ന് പറയുമ്പോൾ ബോട്ടം കോപ്പർ ലെയർ അല്ലെങ്കിൽ ബോട്ടം ലെയർ എന്ന് പറയാം. സോ ഇതാണ് നമ്മൾക്ക് ആവശ്യമുള്ള 2 ലെയേഴ്സ്, 2 ലെയർ PCB. പിന്നെ ഇത് കൂടാതെ കുറെ ലെയേഴ്സ് ഉണ്ട്. കുറെ ലെയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ പേസ്റ്റ് വരും, സിൽക്ക് സ്ക്രീൻ വരും, മാസ്ക്. സിൽക്ക് സ്ക്രീൻ എന്ന് പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് PCBൻ്റെ അകത്ത് പ്രിന്റ് ചെയ്ത് വരണം. ഫോർ എക്സാമ്പിൾ ലോഗോ അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും റെഫറൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്ത് വരണമെങ്കിൽ സിൽക്ക് സ്ക്രീനിലായിരിക്കും. പിന്നെ കോർട്ട്യാർഡ് എന്ന് പറഞ്ഞ 2 ലെയേഴ്സ് ഉണ്ട്. ഈ ഫ്രണ്ട് കോർട്ട്യാർഡ്, ബാക്ക് കോർട്ട്യാർഡ്. ഇത് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഓരോ കമ്പോണന്റിന്റെ കോർട്ട്യാർഡ് നമ്മൾ ആ റെഫറൻസ് ഒരു കോർട്ട്യാർഡ് ലെയറിലായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാം.
ഓക്കെ, അത് നാളെ നോക്കാം. സോ ഈ കോർട്ട്യാർഡ് ലെയർ, അപ്പോൾ നമ്മൾ ഈ 3CB പ്രിന്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ ഈ കോർട്ട്യാർഡ് എക്സ്പോർട്ട് ചെയ്തിട്ടായിരിക്കും ഒരു കമ്പോണൻസിന്റെ പിക്ക് ആൻഡ് പ്ലേസിംഗ് ഒക്കെ ചെയ്യുന്നത്. സോ കോർട്ട്യാർഡിനെ ബേസ് ചെയ്ത് പിന്നെ പേസ്റ്റ് ഉണ്ട്. പേസ്റ്റ് എന്ന് പറഞ്ഞാൽ സോൾഡർ പേസ്റ്റ് മീൻസ് ഫുട് പ്രിന്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ചെയ്ത് വെക്കുക, ആ ഒരു ലെയർ ആണ് അത്. പിന്നെ മാസ്ക് ഉണ്ട്. മാസ്ക് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇപ്പം പി സി ബി ഡിസൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പി സി ബി ഉണ്ട്, കുറേ കമ്പോണൻസ് ഉണ്ട്. ഈ കമ്പോണൻസിന്റെ ഇവർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു എന്തെന്ന് പറഞ്ഞാൽ സ്റ്റെൻസിൽ ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഓരോ എന്ത് ഈ സോൾഡർ വേണ്ട സ്ഥലത്ത് ഇവരെന്ത് ചെയ്യും, ഒരു ഹോൾ പോലെ ഇടും. അപ്പോൾ ഇവിടെ എന്ത് ഒരു സ്റ്റെൻസിൽ പോലെ ഫോം ആവും. നമ്മൾ പണ്ട് ABC ഒക്കെ ഇത് കളിച്ച പോലെ ഒരു സ്റ്റെൻസിൽ പോലെ ഫോം ആവും. എന്നിട്ട് അതിൻ്റെ ഉണ്ടെങ്കിൽ ഈ പേസ്റ്റ് ലെയർ ഇത് ചെയ്യും. അപ്പോൾ പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അവിടെ എല്ലാം ഫ്ലക്സ് അല്ല സോൾഡർ വരും. എന്നിട്ടായിരിക്കും ഇവർ കമ്പൗണ്ട് പ്ലേസ് ചെയ്യും. അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇത്. അപ്പോൾ ഈ ലെയേഴ്സിന്റെ കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ്. ബാക്കിയുള്ള ഈ യൂസർ എന്നൊക്കെ പറഞ്ഞ ലെയേഴ്സ് ഒന്നും ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഈ ഇത്രയും ലെയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. 2 കോപ്പർ ലെയേഴ്സ്, 2 ലെയർ ആണെങ്കിൽ 2 കോപ്പർ ലെയർ, പിന്നെ പേസ്റ്റിന്റെ ലെയർ, സിൽക്ക് സ്ക്രീനിന്റെ ലെയർ, പിന്നെ കോർട്ട്യാർഡ് വരും, പിന്നെ എഡ്ജ് കട്ട് ലെയറിൽ നമ്മൾ എന്ത് വരയ്ക്കുന്നു അത് എന്ത് ചെയ്യും, അത്രയും അതായിരിക്കും നമ്മുടെ പി സി ബിന്റെ ഷേപ്പ്. സോ ഓരോ ലെയറിൽ എങ്ങനെ വരയ്ക്കുന്നത് അതെല്ലാം നമുക്ക് ഓരോ നീഡിന് ഓരോ ലെയർ സെലക്ട് ചെയ്ത് അവിടെ ആയിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. മനസ്സിലായി? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇതാണ് ഒരു സംഭവം. സോ ഇത് നാളെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ നോക്കാം. ഓക്കെ, സോ ഇത്രയും ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ. ഇപ്പോൾ എനിക്ക് ലെയേഴ്സ് മാറ്റണമെങ്കിൽ ഇത് ബോർഡ് സെറ്റപ്പിൻ്റെ അകത്ത് പോയാൽ ഈ ബോർഡ് സെറ്റപ്പിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്കൽ സ്റ്റാക്കപ്പിൻ്റെ അകത്ത് കോപ്പർ ലെയേഴ്സ് കണ്ടോ, കോപ്പർ ലെയേഴ്സ് ഇത്രയും ലെയർ പി സി ബി ചെയ്യാൻ പറ്റും. ഇപ്പോൾ 4 ആക്കിയെന്ന് വെച്ചോ, 4 ലെയർ ഇവിടെ മാറി. ഇപ്പം ഇവിടെ എന്ത് വരും, ഫ്രണ്ട് കോപ്പർ വരും, ബോട്ടം കോപ്പറിന്റെ ഇടയ്ക്ക് 2 ലെയേഴ്സും കൂടെ കയറി വരും. ഇന്നർ 1 കോപ്പർ, ഇന്നർ 2 കോപ്പർ. അപ്പം ഈ ഓരോ കോപ്പർ ലെയറിന്റെ ഇടയ്ക്ക് ഒരു ഡയലക്ട്രിക് വരും. അങ്ങനെ ഒരു 4 ലെയർ പി സി ബി ആയിരിക്കും. 6 ലെയർ വരുമ്പം ഇത് കൂടാതെ 2 എണ്ണം കൂടെ വരും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. സോ ഇതാണ് പി സി ബി എഡിറ്റർ. അപ്പം ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നാളെ നോക്കാം. സോ സേവ് ചെയ്തു. ഓക്കെ, സോ ഇത്രയും സമയമായിട്ട് ഞാൻ തൽക്കാലം നിർത്തുവാണ്. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിർത്താം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഹൃദ്യ ആണ്. ഹൃദ്യ Guys, any doubts? So I hope everybody is